ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നത് ട്രാൻസ്ഫർ ഓഫ് നോളജ്, അല്ലെങ്കിൽ സോ കോൾഡ് നോളജ്, ഫോംസ് ഓഫ് നോളജ് നമുക്ക് പറയാം, സ്ട്രക്ചേഴ്സ് ഓഫ് നോളജ് എന്താണോ പറയാം. അപ്പൊ ഇങ്ങനെയുള്ളതിന്റെ ഒരു ട്രാൻസ്ഫർ ആണ്. നമുക്കറിയാലോ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് സെക്സാഡെസിമൽ സിസ്റ്റം, അത് പിന്നെ അതുപോലെ പ്ലേസ് വാല്യൂ വെച്ചുകൊണ്ടുള്ള നമ്പർ സിസ്റ്റം, അതൊക്കെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡെസിമൽ സിസ്റ്റം, പ്ലേസ് വാല്യൂ വെച്ചിട്ടുള്ള ഡെസിമൽ സിസ്റ്റം കാര്യങ്ങളൊക്കെ പിന്നെ ആ കാലഘട്ടം തൊട്ട് നമുക്ക് ഇന്ന് വരെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ട്രാൻസ്ഫർ ഓഫ് നോളജ് ഹാസ് ഹാപ്പൻഡ്. അപ്പൊ നമുക്കറിയാം, മെസപ്പൊട്ടാമിയയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ, ഈജിപ്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ, ചൈനയിൽ നിന്നാണെന്നുണ്ടെങ്കിലും, ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ, ഗ്രീക്ക് ട്രഡീഷൻ എന്നാണെന്നുണ്ടെങ്കിലും, എല്ലായിടത്തു നിന്നുമുള്ള നോളജിൻ്റെതായ പല അംശങ്ങളും എന്താണ് നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എത്തപ്പെട്ടിട്ടുണ്ട്. അതില് വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ചത് ഒരു മുസ്ലിം സിവിലൈസേഷനാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയമാണ്. രണ്ടാമത് ഒരു സംഗതി എന്താന്ന് പറഞ്ഞാല്, പലപ്പോഴും സിവിലൈസേഷനിലും ജിയോഗ്രഫിക്കലായ ബൗണ്ടറീസിന് അപ്പുറമായിക്കൊണ്ടാണ് എന്താണുള്ളത്, ശാസ്ത്രം കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്നതിന്റെ തെളിവ് നമുക്ക് വളരെ പൗരാണികമായ ശാസ്ത്രത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മെസപ്പൊട്ടാമിയൻ ട്രഡീഷന്റെ സ്വാധീനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈജിപ്ഷ്യൻ ട്രഡീഷനിൽ കാണാൻ പറ്റും, ഈവൻ ചൈനീസ് ഇന്ത്യൻ ട്രഡീഷനിൽ പോലും ഉണ്ട് എന്നുള്ളതാണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട ആൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഗ്രീക്ക്, സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഗ്രീക്ക് ട്രഡീഷനാണ് മെസപ്പൊട്ടാമിയൻ സംഗതികൾ ഏറ്റവും നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പിന്നെ കൈമാറി ഏറ്റെടുത്ത് വീണ്ടും അതിന് പുതിയതായ ദിശകളിലേക്ക് വികസിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാല് സയൻസിന്റെ നേച്ചർ. ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ്ഫർ ഓഫ് നോളജ് ആണ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദ നേച്ചർ ഓഫ് ദ സയൻസ്. ഒരൊറ്റ നേച്ചർ സയൻസിന് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ഉദാഹരണത്തിന് ഇന്ന് നമ്മൾ സയൻസ് എന്താണ്, സയൻസിനെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കേവലം ഒരു നൂറ്റാണ്ട് മുമ്പ് തന്നെ ആളുകളുടെ അടുക്കൽ സയൻസ് എന്തായിരുന്നു, അതിനെങ്ങനെ പ്രാക്ടീസ് ചെയ്തിരുന്നു, അതിൽ അടിസ്ഥാനപരമായി ഉണ്ടായിരുന്ന ആശയങ്ങൾ എന്താണ്, മെത്തഡോളജിയിൽ ഉണ്ടായിരുന്ന സംഗതികൾ എന്താണ്, എല്ലാം തന്നെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ഇന്ന് നമ്മൾ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സംഗതിയെ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ മെഡിസിൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു കാര്യം അതേ സ്വഭാവത്തിൽ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാവണമെന്നില്ല. എന്ന് വെച്ചിട്ട് ഇന്നത്തേത് കൂടുതൽ നല്ലതും പഴയത് മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. പലപ്പോഴും എന്താണ്, പല കാര്യങ്ങളും നമുക്ക് ആധുനിക കാലഘട്ടത്തിൽ ചോർന്ന് പോയതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് നമുക്ക് മോഡേൺ ഏജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൂടുതൽ അതിലേക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മുമ്പ് കാലത്ത് ഫിസിക്സ് ആണെങ്കിലും ബയോളജി ആണെങ്കിലും ആസ്ട്രോണമി ആണെങ്കിലും അതൊക്കെ പൗരാണിക കാലഘട്ടത്തിൽ എന്തായിരുന്നു അതേ സ്വഭാവത്തിലും പിന്നെ ഒന്നുമല്ല ഇന്നത്തെ കാലത്തുള്ളത്. അതുകൊണ്ട് നേർക്ക് നേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അന്നും കെമിസ്ട്രി ഇന്നും കെമിസ്ട്രി എന്ന രീതിയിൽ പറയാൻ പറ്റും. മേ ബി ഇത് ഒബ്ജക്ട്സ് ഓഫ് സ്റ്റഡിയിൽ ചില സിമിലാരിറ്റീസ് ഉണ്ടാവും. ഡിസിപ്ലിൻസ് ഓഫ് നോളജ് ഓരോ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചില ഡിസിപ്ലിൻസ് ഓഫ് നോളജ് പൂർണ്ണമായും എന്താണ് അപ്രത്യക്ഷമായിട്ടുണ്ട്. വേറെ പലതും എന്താണ് ഈ കാലഘട്ടത്തിൽ പുതുതായി ഉണ്ടായി തീർന്നിട്ട് നമുക്കറിയാലോ. മാത്തമെറ്റിക്കൽ ബയോളജി, റാഷർസ്കിയുടെ ഒക്കെ മാത്തമെറ്റിക്കൽ ബയോളജിയൊക്കെ പുതിയ ഇതാണ്. ഇപ്പം ക്വാണ്ടം ബയോളജിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ആളുകൾ. പിന്നെ അതുപോലെ തന്നെ എന്താണ് പല ഡൊമൈൻസിലും അങ്ങനെ പല സംഗതികളും പിന്നെ ഉണ്ടായിട്ടുണ്ട്. മാത്തമെറ്റിക്കൽ ലോജിക് ഉണ്ട്, പിന്നെ അങ്ങനെ കുറെ സംഗതികൾ ഉണ്ടല്ലോ ആധുനിക കാലഘട്ടത്തിലൊക്കെ ഉണ്ടായി. പിന്നെ ഒരു വളരെ പൗരാണികമായ ഒരു ട്രഡീഷനിൽ ഇന്ന് നമ്മൾ എന്താ പറഞ്ഞാൽ ശാസ്ത്രത്തെയും മതത്തെയും കൂടി കലർത്തരുത് എന്നുള്ളത് ബോധപൂർവമോ അബോധപൂർവമോ ഒക്കെ ആയിട്ട് തന്നെ നമ്മൾ എന്താണ് വലിയ ഒരു പിന്നെ തത്വമായി സ്വീകരിക്കുകയാണ്. നമ്മള് ഈ കാലഘട്ടത്തിൽ ഇത്രയധികം ശാസ്ത്രീയ പുരോഗതി കൈവരിച്ചിട്ടുള്ളത് ശാസ്ത്രത്തെ മതത്തിൽ നിന്ന് വേർപെടുത്തിയത് കൊണ്ടാണ്. മതപരമായ വിശ്വാസങ്ങൾ ശാസ്ത്രത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്നൊക്കെ രീതിയിൽ അതിനെ കുറിച്ചിട്ട് വളരെ സമർത്ഥമായ കുറെ ആർഗ്യുമെന്റ്സും മറ്റു ഇതിലൊക്കെ കൂടി അങ്ങനെ ഇതാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ട്രഡീഷണലി നമ്മൾ നോക്കുകയാണെങ്കിൽ സയൻസിന് ഒരു ഹൈറാറ്റിക് നേച്ചർ ഉണ്ടാവും. ഹൈറാറ്റിക് എന്ന് പറഞ്ഞാൽ മതപരവും അതുപോലെ തന്നെ എന്താണ് നമ്മള് പിന്നെ എന്താണ് പിന്നെ മതപരമായ സ്ഥാപനങ്ങളും സംവിധാനങ്ങളെയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സയന്റിഫിക് എന്റർപ്രൈസിന്റെ ഒരു സ്വഭാവം നമുക്ക് കാണാൻ പറ്റും. ഇസ്ലാമിന്റെ ട്രഡീഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒരുതരം ഹൈറാറ്റിക് ട്രഡീഷൻ ഇസ്ലാമിന്റെ ഇതിലുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ മുസ്തഫ സിബായിയുടെ ഒക്കെ പുസ്തകം ഉണ്ടല്ലോ, പിന്നെ അത് മലയാളത്തിലെ ഗ്ലിറ്ററിങ് ആസ്പെക്ട്സ് ഓഫ് ഇസ്ലാമിക് സിവിലൈസേഷൻ, റവായു ഹലാറത്തുന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിരുന്നു. ഇസ്ലാമിക നാഗരികതയിലെ ശോഭന ചിത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. IPH അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുസ്തഫ സിബായിയുടെ പുസ്തകം. അതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും യഥാർത്ഥത്തിൽ ആസ്ട്രോണമേഴ്സ് ഇസ്ലാമിക ഇതിൽ ഉണ്ടായിത്തീർന്നതിനെ കുറിച്ചിട്ടും ഡോക്ടേഴ്സും മെഡിക്കൽ സംഗതികളൊക്കെ ഉണ്ടായതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ മുവക്കിത്ത്
നിസ്കാരത്തിലെ വക്തുകൾ കൃത്യമായി നിർണ്ണയിക്കാൻ വേണ്ടി ചില ആളുകളെ പള്ളികളിലൊക്കെ ഭരണാധികാരികൾ നിയമിക്കുകയും അവരെന്താണ് ആ കാര്യങ്ങളെ കൂടുതൽ കൃത്യമായി നിർണ്ണയിക്കുന്നതിന് വേണ്ടിയുള്ള ഗവേഷണങ്ങൾ ഏർപ്പെടുകയും അതൊക്കെ തന്നെ എന്താണ് ഇസ്ലാമിക് ആസ്ട്രോണമിയുടെ ഡെവലപ്മെന്റ് വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ശുദ്ധിയുടെ സങ്കല്പം, സഹാറത്തിനെ കുറിച്ചിട്ടുള്ള ഇസ്ലാമിന്റെ ആ ഒരു സങ്കല്പം, ആ സങ്കല്പത്തിൽ നിന്ന് ആണ് മെഡിക്കൽ സയൻസിന്റെ വലിയൊരു ഡെവലപ്മെന്റ് ഉണ്ടായത്. അപ്പൊ യഥാർത്ഥത്തിൽ മതവും ശാസ്ത്രവും തമ്മിലുള്ള വളരെ പോസിറ്റീവായ ഒരു ഇന്ററാക്ഷൻ എന്നുള്ളത് എന്താണ് പൗരാണിക നാഗരികതകളിൽ, മധ്യകാല നാഗരികതകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രത്യേകിച്ചും ശാസ്ത്രവും മതവും തമ്മിലുള്ളതായ ഒരു കോൺഫ്ലിക്റ്റ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു യൂറോപ്യന് ഒരു ട്രഡീഷനിലാണ്. അത് എന്താന്ന് പറഞ്ഞാൽ മതം എന്നുള്ളത് എന്താണ് അധികാര സ്ഥാപനങ്ങളുടെ കൂടെ കൂടിയിട്ട് മനുഷ്യന്റെ ചിന്തയെ എന്താണ് പിന്നെ ശ്വാസം മുട്ടിക്കുന്നതായ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായ സന്ദർഭത്തിൽ ഉണ്ടായ ഒരു യൂറോപ്യൻ ഒരു വെസ്റ്റേൺ ഫിനോമിനൻ ആയിട്ടാണ് നമുക്ക് പലപ്പോഴും മതവും ശാസ്ത്രമൊക്കെ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ പറഞ്ഞു പറഞ്ഞാൽ അവർ അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് നോളജിനെ എങ്ങനെയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ അതിനെ പിന്നെ ഇമാജിൻ ചെയ്യപ്പെട്ടത് എന്നുള്ളത് സയൻസിനെ സംബന്ധിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ നോളജിനെ യഥാർത്ഥത്തിൽ ഇമാജിൻ ചെയ്തിട്ടുള്ളത് ഒരു ഡിവൈൻ കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് യഥാർത്ഥത്തിൽ ഇമാജിൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഭാഷ ഉള്ളത്. ഭാഷയ്ക്ക് രണ്ട് തലമുണ്ട്. ഭാഷ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊരു ഫോണറ്റിക് ആയ ഒരു തലമുണ്ട്, ഉച്ചാരണപരമായ ഒരു തലമുണ്ട്. അത് എന്ന് പറഞ്ഞാൽ എന്താണ് ഹിയറിംഗ് വാട്ട് ഈസ് സെഡ് ഡയറക്ട്ലി ആസ് എ ഡിവൈൻ കമ്മ്യൂണിക്കേഷൻ എന്നതിലൂടെ ആ ഒരു സ്വഭാവത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ മെസൊപ്പൊട്ടാമിയൻ ട്രഡീഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഗ്രാഫിക്കൽ, അതിന്റെ ഒരു ലിറ്ററൽ ട്രഡീഷനാണ്. ആദ്യത്തത് അതിന്റെ ഒരു ഓറൽ ആസ്പെക്ട് ആണെങ്കിൽ രണ്ടാമത്തേത് അതിന്റെ ഒരു ലിറ്ററൽ ആസ്പെക്ട് ആണ്, ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റ്. അവിടെ നമുക്ക് കാണുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് ആബ്സ്ട്രാക്റ്റ് ആയ കുറെ സിമ്പിൾസിലൂടെ എന്താണ് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നതായ ഒരു സ്വഭാവമുണ്ട്. ഇത് യഥാർത്ഥ മെസൊപ്പൊട്ടാമിയൻ നാഗരികതയിലാണ് അതിന്റെ ആ ഒരു എവല്യൂഷൻ അതിന്റെ പിന്നെ പല തലങ്ങളിലൂടെയും നമുക്ക് കാണാൻ പറ്റുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ക്യൂണിഫോമിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. ക്യൂണിഫോം എന്ന് പറഞ്ഞാൽ ഒരു വെജ് ഷേപ്ഡ് ഒരു വെജിന്റെ രൂപത്തിൽ, ഒരു ട്രയാങ്കുലർ വെജിന്റെ രൂപത്തിലുള്ള എന്ന അർത്ഥത്തിലാണ് അതിനെ പാശ്ചാത്യന്മാർ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ട്രഡീഷനിൽ കുറെ ഒരു 900-ഓളം കൊല്ലത്തെ പഴക്കം, പണ്ട് കാലം മുതലേ എന്താണ് ഈ മെസൊപ്പൊട്ടാമിയൻ റീജിയൻസിലൊക്കെ സഞ്ചരിച്ചിരുന്നതായ വെസ്റ്റേണേഴ്സ് അവിടെ നിന്ന് പലതരത്തിലുള്ള ടാബ്ലറ്റ്സ്, ക്ലേ കൊണ്ടുള്ള ഫലകങ്ങൾ, കളിമണ്ണിന്റെ ഫലകങ്ങള്, വിചിത്രമായ ചില രൂപങ്ങളും പിന്നെ ചിഹ്നങ്ങളൊക്കെ കൊത്തിവെച്ചതായ കാര്യങ്ങൾ യൂറോപ്പിൽ കൊണ്ടുവരികയും മധ്യകാല യൂറോപ്പിൽ അതിനെക്കുറിച്ചുള്ള ആലോചനകളും ചിന്തകളൊക്കെ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു അസീറിയോളജിക്കൽ ട്രഡീഷൻ, അതായത് അസീറിയ എന്ന് പറഞ്ഞാൽ മെസൊപ്പൊട്ടാമിയയിൽ ഉണ്ടായിരുന്ന പ്രത്യേക ഒരു രാജവംശം പിന്നെ ഇതാണ് ഒരു സമൂഹമായിരുന്നല്ലോ. അപ്പൊ ആ ഒരു പഠനത്തെ അസീറിയോളജി എന്നാ പറയാ. അപ്പൊ അസീറിയോളജിയിൽ പിന്നീട് ഉണ്ടായ ഡെവലപ്മെന്റ്സ് എല്ലാം അതിന് കുറെ മുമ്പേ തന്നെ അതിൽ പഠനങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് അതിനെ കുറിച്ച് പറയുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും പിന്നെ ഈ ഒരു സംഗതി ഉണ്ട്, ഈ റിട്ടേൺ ആയ ആ ഒരു രൂപം, ഈ സംഗതികളെ കുറിച്ചുള്ള ഒരു ഏർലിയസ്റ്റ് ഇമാജിനേഷൻ യഥാർത്ഥത്തിൽ അത് ഡിവൈൻ കമ്മ്യൂണിക്കേഷൻ ആണെന്ന രീതിയിലാണ്. അപ്പൊ സയൻസ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഡിവൈൻലി കമ്മ്യൂണിക്കേറ്റഡ്. ദൈവം മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാധനമായിട്ടാണ് ശാസ്ത്രത്തെ ഇമാജിൻ ചെയ്യപ്പെട്ടത്. ഇത് കുറെ തെളിവുകൾ നമുക്ക് മെസൊപ്പൊട്ടാമിയൻ നാഗരികതയിൽ കാണാൻ പറ്റും. അപ്പോ ഈ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട്, ഈ കമ്മ്യൂണിക്കേഷന്റെ സ്വഭാവത്തെ കുറിച്ചിട്ട് ഒന്ന് പിന്നെ എന്താണ് പ്രോഫറ്റിക് ആയ ഒരു മാൻറ്റിക് എന്നൊക്കെ പറയും, MANTIC, മാൻറ്റിക് ആയ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞാല് പ്രൊഫറ്റിക് ആയ ഒരു കമ്മ്യൂണിക്കേഷൻ, അത് ത്രൂ വേർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മളുടെ അമ്പിയാക്കളിലൊക്കെ നമ്മൾ കാണുന്ന സംഗതിയാണല്ലോ. അമ്പിയാക്കൾക്കെല്ലാം തന്നെ എന്താണ് വെളിപാട് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നത് എന്താണ് ഒരു വോക്കലായ ഒരു കമ്മ്യൂണിക്കേഷൻ ആണല്ലോ അതിന്റെ സംഗതി. അതല്ലാത്തതായ എന്നാലും അതിനും അപ്പുറം ഒരു ഇമാജിനേഷൻ എന്താന്ന് പറഞ്ഞാല് ദൈവം അല്ലെങ്കിൽ പടച്ചോൻ എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവരോടും എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് ചിലപ്പോൾ ഡ്രീംസിലൂടെ ആവാം, ചിലപ്പോൾ എന്താണ് നമ്മൾ കാണുന്നതായ ഫിനോമിന, ആസ്ട്രോണമിക്കൽ എന്ന് കോസ്മോളജിക്കലായ ഫിനോമിന, അതുപോലെ തന്നെ ജനനം മരണം, നമ്മൾക്കിടയിൽ ഉണ്ടാകുന്ന സംഭവങ്ങള്,
ബയോളജിക്കലായ സംഗതികളുണ്ടാ, നാച്ചുറലിസ്റ്റിക്കായ സംഗതികളുണ്ടാ, ജിയോളജിക്കലായ സംഗതികളുണ്ടാ, ക്ലൈമാറ്റിക്കായ സംഗതികളുണ്ടാ. ഇങ്ങനെ തുടങ്ങിയിട്ട് എന്താണ് നമ്മൾക്ക് ചുറ്റും കാണുന്ന എല്ലാ പ്രതിഭാസങ്ങളിലൂടെയും ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ പിക്ചോറിയലി റെപ്രസെന്റ് ചെയ്യുന്നതായ ഒരു സിസ്റ്റംസ് ഒക്കെ ആദ്യകാലത്ത് ഡെവലപ്പ് ചെയ്തു എന്നാണ്, പിക്ചോഗ്രാംസ് ആയിട്ടൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ. അങ്ങനെയൊക്കെയാണ് ഈ പ്രീ യൂണിഫോം സംഗതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ യൂണിഫോം ഫോമിലേക്കല്ലേ, യൂണിഫോം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ ഈ പറയുന്നതിന്റെ അപ്പുറം നിങ്ങൾ ഒരു റീഡിങ് നടത്തിക്കാൻ എമ്പാടും വിവരങ്ങൾ നമുക്ക് ഇതിൽ ഇന്റർനെറ്റിൽ കിട്ടാൻ സാധിക്കുന്നുണ്ട്. കാരണം മെസൊപ്പൊട്ടാമിയൻ സംഗതികളെ കുറിച്ചൊക്കെ വളരെ റിഗറസ് ആയ കുറെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ രസം തന്നെ എത്ര റിഗറസ് ആയ പഠനം നടന്നിട്ടും കുറെ കാര്യങ്ങൾ ഇപ്പോഴും എന്താണ് അൺഎർത്തഡായിട്ടും പിന്നെ എന്താണ് മനസ്സിലാക്കപ്പെടാത്തതായിട്ടൊക്കെ ഒരുപാട് സംഗതികളുണ്ട്. അപ്പൊ നമുക്ക് അതിൽ പഠിക്കാനോ അന്വേഷിക്കാനൊക്കെ തീർച്ചയായിട്ടും നല്ല സ്കോപ്പുള്ള ഒരു വിഷയമാണ് മെസൊപ്പൊട്ടാമിയൻ ട്രഡീഷൻ എന്ന് പറയുന്നത്. എന്തായാലും എന്താണ് ഈ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ കമ്മ്യൂണിക്കേഷനിലുള്ള പാറ്റേൺസ്, ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ കൺവേ ചെയ്യപ്പെടുന്ന പാറ്റേൺസ് എന്താണെന്ന് റെക്കഗ്നൈസ് ചെയ്യണം. ഇങ്ങനത്തെ പാറ്റേൺസിന് എന്താണ്, അത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ എന്താണ് നേർക്കുന്നേരം ഒരു മലയാണെങ്കിൽ ഒരു ട്രയാങ്കുലർ രൂപമായിട്ടോ ഒരു എന്താണ്, അതുപോലെ തന്നെ പല സംഗതികളും പക്ഷികളാണെങ്കിൽ അതിനോട് അനുബന്ധമായതായ ഒരു പിക്ചോഗ്രാംസ് ആണ് പിക്ചോറിയലായ റെപ്രസെന്റേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് എന്ന് പറഞ്ഞാല് അവയുടെ പിന്നെ പരസ്പരമുള്ള പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പലതരം അർത്ഥങ്ങൾ യോജിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ, പരസ്പരം ഇന്റർറിലേറ്റഡ് മീനിങ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൂടുതൽ ആബ്സ്ട്രാക്ട് ആയതും കൂടുതൽ കോംപ്ലക്സ് ആയതുമായ പിക്ചോഗ്രാംസ് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പിക്ചോഗ്രാംസിലൂടെ പിന്നെ ആബ്സ്ട്രാക്ഷനിലേക്ക്, അതിലൂടെ എന്താണ് പിന്നീട് എന്താണ് ഒരു റിട്ടേൺ ആയ ഒരു ലാംഗ്വേജ് സിംബിൾസിലേക്കും കാര്യങ്ങളിലൊക്കെ തന്നെ പുരോഗമിച്ചു എന്ന രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റ് നമ്മൾ കാണുന്ന ഒരു വളരെ ഫണ്ടമെന്റലായ ഒരു ആസ്പെക്ട് എന്താണ്, ഒരു ഡിവൈൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. God is communicating us through various mediums and means and phenomena. പല സംഗതികളിലൂടെ എന്താണ് ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇതേ സമാനമായ ആശയങ്ങൾ മതപാരമ്പര്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതി ലിൽ അൽബാബ് എന്ന് പറയുന്നുണ്ടല്ലോ. ഈ പ്രാപഞ്ചികമായ എല്ലാ പ്രതിഭാസങ്ങളിലും എന്താണ് തീർച്ചയായിട്ടും സയൻസ്, അടയാളങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ എന്താണ് ആഴത്തിൽ ചിന്തിക്കുന്നവർക്ക്, ഒരു കോറുള്ള ഒരു ഇന്നർ കോറുള്ള ആളുകൾക്ക്, ഡീപ്ലി കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് അതിലെല്ലാം സയൻസ് ഉണ്ട്. അപ്പൊ ഡീപ്ലി കാര്യങ്ങളെ മനസ്സിലാക്കാൻ, ലുബ് എന്ന് പറഞ്ഞാൽ ഒരു ഡീപ്പ് കേണലാണ്, നമ്മളുടെ പിന്നെ ബുദ്ധിയുടെയും പിന്നെ എന്താണ് ജ്ഞാനശേഷിയുടെയും പിന്നെ ആഴമേറിയ അകക്കാമ്പിനെയാണ് ലുബ് എന്ന് പറഞ്ഞ പ്രയോഗം ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ ആളുകൾക്കാണ് ഇത് ഡെസിഫർ ചെയ്യാൻ സാധിക്കുക എന്ന് ഒരർത്ഥത്തിൽ വ്യംഗ്യമായി ഇത് യോജിപ്പിക്കുന്നുണ്ട് ഈ ആയത്തുകൾ. നമ്മൾ പറഞ്ഞാല് പിന്നെ എല്ലാ പാറ്റേൺസും ഇമ്മീഡിയറ്റ്ലി എന്താണ് എവിഡന്റ് ആയിരിക്കില്ല, വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ സംബന്ധിച്ചുള്ള അത് ദൃശ്യമാവണമെന്നില്ല. ഈ എന്താണ് ഈ പാറ്റേൺസ് എന്നുള്ളതിനെ കുറിച്ച് ആഴമേറിയ ഒരു ചിന്തയും ആലോചനയും മറ്റുമൊക്കെ തന്നെ എന്താണ് നടത്തേണ്ടി വരും. അതിനെ കുറിച്ചിട്ടുള്ള അങ്ങനത്തെ സംഗതികളൊക്കെ ആവശ്യം വരും. ഇത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മെസൊപ്പൊട്ടാമിയന് സംഗതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആഴമേറിയ രീതിയിൽ പിന്നെ ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ സാധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു ഡിവൈൻ കമ്മ്യൂണിക്കേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഒരുതരം സീക്രസി യഥാർത്ഥത്തിൽ എന്താണ് ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു സയന്റിഫിക് നോളജ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മളുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയുള്ള പോലെ ആർക്കും എന്തും പഠിക്കാം എന്ന് പറയുന്നതിനപ്പുറം ഒരുതരം ഇനീഷ്യേറ്ററി സ്വഭാവം. ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞ ഒരു ഉപനയനം എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. നമ്മള് പിന്നെ തസവുഫിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതൊരു ബൈഅത്ത്, ഒരു പ്രത്യേകമായ ഒരു അറിവ് കരസ്ഥമാക്കാൻ വേണ്ടി അതിൻ്റെതായ ഗുരുക്കന്മാരോട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു അനുസരണ പ്രതിജ്ഞ എടുത്ത് അവരുടേതായ ഒരു പരിശീലനത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോയി. അപ്പൊ ആ ഒരു പരിശീലനത്തിന്റെ ഭാഗമായി കുറെ വാല്യൂസ് നമ്മുടെ ജീവിതത്തിൽ ഇംബൈബ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, അവരുടെ കൂടെ നമ്മൾ കഷ്ടപ്പെട്ട് നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത് പിന്നെന്താണ് ആ ഒരു അർത്ഥത്തിലുള്ള ഒരു ഷെയ്ഖായിട്ടോ ഒരു ഗുരുവായിട്ടോ വോട്ടെവർ ഇറ്റ് ഈസ് ഒരു മാസ്റ്റർ ആയിട്ടൊക്കെ തന്നെ എന്താണ് മാറുക. നമ്മുടെ ഇന്നത്തെ ഒരു ആധുനിക കാലഘട്ടത്തിലുള്ള ടെക്നിക്കൽ പിന്നെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന്റെ ഒരു ഉത്ഭവം ഈ രീതിയിൽ തന്നെയാണ്. നമുക്കറിയാം വെസ്റ്റിലുണ്ടായ ആ ഗിൽഡുകളും അത് തന്നെ പിന്നെ ഇസ്ലാമിക് സംഗതികൾ ഉണ്ടായിരുന്നതായ ഫുത്തുവയുടെ ട്രഡീഷൻസ് ഉണ്ട്. ഈ സംഗതികളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ അവയുടേതായ ഒരു പിന്നെ
ആധുനിക കാലഘട്ടത്തിലുള്ള തുടർച്ചയായിട്ടാണ് നമ്മുടെ ഇന്നത്തെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റം, അതിലെ ബാച്ചിലർ മാസ്റ്റർ ഡിഗ്രിയും കാര്യങ്ങൾ, ഇവൻ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞൊരു വാക്കിന്റെ തന്നെ പ്രയോഗം അങ്ങനെയാണല്ലോ ഉണ്ടായിത്തീരുന്നത്. ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, അതായത് ഇനീഷ്യാറ്റിക് സ്വഭാവം. ഒന്ന് ഡിവൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന രീതിയിൽ ലാംഗ്വേജിലുള്ള സിമ്പിൾസ്. അപ്പൊ സിമ്പിൾസിന് എന്താണ് ഡെസിഫർ ചെയ്യണമെങ്കിൽ എന്താണ്, അത് ഡീപ്പായ ഒരു പിന്നെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും നോളജും എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഇതുമായി ബന്ധപ്പെട്ടതായ ഒരു ഇനീഷ്യേറ്ററി നോളജ് എന്ന രീതിയിൽ എന്താണ് സയൻസ് ഉണ്ടായത്. അപ്പൊ അതിനൊരു സീക്രസി എന്താണ്, മുൻകാല ശാസ്ത്രീയ പഠനങ്ങൾക്കും ചിന്തകൾക്കും ഒരു സീക്രസി ഉണ്ടായിരുന്നു. അതിന് അർഹരായ ആളുകൾക്ക് മാത്രമേ അത് പകർന്നു കൊടുക്കുകയുള്ളൂ എന്ന രീതിയിൽ എന്താണ് ആ സംഗതി ഉണ്ട്. അതിനായിട്ട് മെനക്കെട്ട് തയ്യാറായി അതിനുള്ളൊരു അർഹതയൊക്കെ യോഗ്യതയൊക്കെ തെളിയിച്ച ആളുകൾക്ക് മാത്രം പകർന്നു കൊടുക്കുന്നത്. പ്രത്യേകിച്ചിട്ടും ഇതിനെ പിന്നെ റെപ്രസെന്റ് ചെയ്യുന്ന പിക്ചോഗ്രാമുകൾ, ഹീറോഗ്ലിഫ്സ്, പിക്ചോഗ്രാംസ്, അതുതന്നെയാണ് ചിത്രരൂപങ്ങളിൽ പിന്നെന്താണ് ചിത്രപരമായിട്ടൊക്കെ തന്നെ എന്താണ് ഈ കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഉദാഹരണം പലതരം മെത്തഡോളജീസ്. ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ ഒരു കളിമൺ പാത്രം ചുട്ടെടുക്കുന്നതിന്റെ മെത്തഡോളജി, ഈ സംഗതിയെ എന്താണ് ഒരു പിക്ചോഗ്രാമായിട്ട് റെപ്രസെന്റ് ചെയ്തതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നതിന്റെ മെത്തഡോളജികൾ എന്താണ് ഒരു പിക്ചോഗ്രാമുകളായിട്ട് പിന്നെ റെപ്രസെന്റ് ചെയ്യും. ഒരു ഗ്രാഫിക്കായ ചില സിമ്പിൾസ് ആയിട്ട് പിന്നെ അതിനെ റെപ്രസെന്റ് ചെയ്യും. പിന്നെ എന്നിട്ട് എങ്ങനെയാണ് ഈ പിക്ചോഗ്രാമിനെ ഡെസിഫർ ചെയ്യുക എന്നുള്ളത് എന്താണ്, അത് അതിന്റെ ആൾക്കാർക്ക് മാത്രമേ അതിനെ ഡെസിഫർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇന്നും നമ്മളുടെ സമാനമായ ആശയങ്ങൾ, ഉദാഹരണത്തിന് വളരെ അബ്സ്ട്രാക്ട് ആയ ഒരു മാത്തമാറ്റിക്സിന്റെ ഒരു സംഗതി എടുത്ത് വായിക്കുന്ന അതിലേക്ക് അൺഇനീഷ്യലായ ഒരാളെ സംഭവത്തിൽ അത് അയാൾക്ക് വായിക്കാൻ സാധിക്കൂലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ മാത്തമാറ്റിക്സ് ഏതാണ്, സെറ്റ് തിയറി ആണെങ്കിലും പ്യൂർ മാത്തമാറ്റിക്സ് ആണെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് ആണെന്നുണ്ടെങ്കിലും ഏതൊരു ഡൊമൈൻ ആണെന്നുണ്ടെങ്കിലും എന്താണ് അതിലൊരു ഇനീഷ്യേഷൻ കിട്ടി പിന്നെ അതിലൂടെ മുന്നോട്ട് പോയ ഒരാൾക്ക് മാത്രമല്ലേ ആ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെസിഫർ ചെയ്തിട്ട് മനസ്സിലാക്കാൻ എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിന്റെ ഒരു പ്രാഥമികമായ രൂപമായിരുന്നു. പക്ഷെ അതും ഇതും തമ്മിൽ വലിയ ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ് ഉണ്ട്. ഇത് വളരെ സെക്യുലർ ആണെങ്കിൽ അവിടെ ഒരു ഡിവൈൻ കമ്മ്യൂണിക്കേഷന് അതുമായി ബന്ധപ്പെട്ടതായ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ സംഗതികൾ, ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റ്, റെപ്രസെന്റേഷൻ യൂസിങ് ആബ്സ്ട്രാക്ട് സിമ്പിൾസ്, അതുപോലെ തന്നെ എന്താണ് പിന്നെ ലേണിംഗ് സം സബ്ജക്ട്സ്, കാര്യങ്ങൾ, മെത്തേഡ്സ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഇനീഷ്യേറ്ററി ഒരു ട്രഡീഷന്റെ ഭാഗമായിട്ടാണ് ഇതാക്കാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന് അതിൽ പറയുന്ന ഒരു സംഭവമുണ്ട്, സീക്രട്ട് ഓഫ് ദ ഗ്രേറ്റ് ഗോഡ്സ് ഫിരിസ്തി ഇലാനി റബൂത്തി എന്നൊക്കെ രീതിയിൽ എന്താണ് അറിവിനെ കുറിച്ചിട്ട് സീക്രട്ട് ഓഫ് ദ ഗ്രേറ്റ് ഗോഡ്സ് എന്ന രീതിയിലൊക്കെ എന്താണ് ദൈവങ്ങളുടേതായ എന്താണ് വളരെ വലിയ രഹസ്യം എന്ന രീതിയിലൊക്കെ മെസൊപ്പൊട്ടാമിയൻ ട്രഡീഷൻ അതിനെ കുറിച്ച് പറയുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ടേബ്ലറ്റ് ഓഫ് ദ, അതാണ് നേരത്തെ ഇവിടെ കാണാം, വേറെ സംഗതിക്കൊക്കെ കാണാൻ പറ്റാം സ്ലൈഡില് എന്താണ് മാസങ്ങളുടേതായ ദൈർഘ്യത്തെ പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്ന നിയമങ്ങൾ നൽകുന്ന പിന്നെ ഒരു സംഗതിയെ കുറിച്ച് ടേബ്ലറ്റ് ഓഫ് ദ ഗാർഡൻ സീക്രട്ട് ഓഫ് ഹെവൻ, സീക്രട്ട് നോളജ് ഓഫ് ഗ്രേറ്റ് ഗോഡ്സ് എന്ന രീതിയിലൊക്കെ അതിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഇങ്ങനെയുള്ള കുറെ സംഗതികൾ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്ന് ഞാൻ പറയാണ്. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു ഇന്റഗ്രേഷൻ ആണ്, ഒരു ഭയങ്കര ക്രോസ് ഡിസിപ്ലിനറായ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഭയങ്കരമായി പിന്നെ നറിഷ് ചെയ്യുന്നതായ ഒരു സംഗതിയാണ് ഇപ്പൊ ലാംഗ്വേജ് സ്റ്റഡി. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ലാംഗ്വേജിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു, ലാംഗ്വേജ് സ്റ്റഡി, അതുപോലെ തന്നെ ജൂറിസ്പ്രുഡൻസ്, ലോ, മാത്തമെറ്റിക്കൽ, നാച്ചുറൽ സയൻസസ്, ഇതെല്ലാം തന്നെ എന്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർറിലേറ്റഡ് ആയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പ്രധാന സ്പീസർ എന്താണ് ഏൻഷ്യൻ മെസൊപ്പൊട്ടേമിയ ബിഗിനിങ്സ് ഓഫ് സയൻസ് എന്ന ലേഖനം 1942 എഴുതിയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞു പറഞ്ഞാല് സയൻസിന്റെ ഉത്ഭവത്തിന്റെ ഭൗതികമായ കാരണങ്ങൾ തേടിക്കൊണ്ട് മെസൊപ്പൊട്ടാമിയയില് അദ്ദേഹം പറഞ്ഞു പറഞ്ഞാല് അവിടത്തെ സയൻസിനൊരു പ്രത്യേകത, അദ്ദേഹം അതിനെന്താണ് ഈജിപ്ഷ്യൻ സയൻസുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. കാരണം ഈജിപ്തില് വളരെ ഓട്ടോക്രാറ്റിക് ആയ ഒരു എംപറർ ആണ് റൂൾ ചെയ്തിരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. നമ്മൾ ഫറോമാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി ഉണ്ടായിരുന്ന ഇൻഡിവിജ്വൽ റൈറ്റ്സിന്, ഇൻഡിവിജ്വലിന്റെ പിന്നെ വ്യക്തികളുടേതായ അവകാശങ്ങൾക്കൊക്കെ കൂടുതൽ പിന്നെ അംഗീകാരം ലഭിച്ചിരുന്നതായ ഒരു സാമൂഹിക ഘടനയായിരുന്നു. അവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഒരു പവർ വളരെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. ഉദാഹരണത്തിന് മെസൊപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ എത്രയോ സഹസ്രാബ്ദങ്ങൾ നിലനിന്നതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത് എന്താന്ന് പറഞ്ഞാല് സ്റ്റേറ്റുകളുടെ പരിമിതമായ അധികാരം കൊണ്ടാണ്. ഒരൊറ്റ ഓവർഹെൽമിംഗ് ആയ ഒരു എംപയർ, ഒരു ഓവർഹെൽമിംഗ് എംപയറിനെ സംബന്ധിച്ചിടത്തോളം അതിന് പിന്നെ എന്താണ് അതിന്റെ ഒരു പവർ കഴിയുമ്പോഴേക്കാണ് അത് തകർന്നടിഞ്ഞു പോകും. അതിന്റെ ഭാഗമായ കാര്യങ്ങളെല്ലാം തന്നെ പലർക്കും ശിഥിലമായിട്ട്
ഇവിടെ എന്താ പറഞ്ഞാൽ വളരെ ഡിഫറൻ്റ് ആയ കുറെ പിന്നെ ഭരണകൂടങ്ങള് പിന്നെ ഒന്നിനു പുറമെ ഒന്നായിട്ട് ഭരിച്ചതായ ചരിത്രമാണ് നമുക്ക് മെസൊപ്പൊട്ടാമിയയിൽ കാണാൻ സാധിക്കുന്നത്. എന്നാലും എന്താണ് അവിടെ ഒരു സിവിലൈസേഷണലായ ഒരു കണ്ടിന്യൂറ്റി ഒരർത്ഥത്തിലുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഭാഗമായി ശാസ്ത്രീയമായ കാര്യങ്ങൾ പിന്നെ എന്താണ് തുടർച്ചയായിട്ട് എന്താണ് ഒരു സമൂഹത്തിൽ നിന്ന് മറ്റൊരു സമൂഹത്തിലേക്ക് എന്താണ് കൈമാറ്റം ചെയ്യപ്പെട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ട്. അതിലൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓവർഹെൽമിംഗ് ആയ ഒരു പവറുള്ള ഒരു എംപയർ എന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. സ്റ്റേറ്റിന്റെ പവറിനൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ഇൻഡിവിജ്വലിന്റെ റൈറ്റ്സിന് എന്താണ് കുറെ കൂടി എംഫസിസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എന്താണ് എല്ലാ മേഖലകളെയും എന്താണ് ഒരേപോലെ ഒരു കോംപ്രഹെൻസീവ് ആയ ഒരു സയന്റിഫിക് ഡെവലപ്മെന്റ് എന്താണ് ആ മെസൊപ്പൊട്ടാമിയൻ ഏജിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയാം. പിന്നെ അതിനെ കുറിച്ചിട്ട് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെന്ന് പറഞ്ഞാൽ അവിടെ വേറെ പിന്നെ അങ്ങനെ സ്റ്റേറ്റിന്റെ ഒരു സംഗതിക്ക് ഒരു ഇതുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇൻഡിവിജ്വലിന്റെ എന്താണ് ഓണർഷിപ്പ്, ഇൻഡിവിജ്വലിന്റെ എന്റർപ്രൈസ്, ഈ കാര്യങ്ങൾക്കെല്ലാം തന്നെ എന്താണ് പിന്നെ അതിനുള്ള ഒരു പിന്നെ ഇമ്പോർട്ടൻസ് നൽകപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് റൈറ്റിംഗ്, അതുപോലെ തന്നെ പല ഫലകങ്ങളിലും ശില പിന്നെ കളിമണ്ണ് കൊണ്ടുള്ള ശിലയുടെയും മെറ്റൽ കൊണ്ടുള്ള ഫലകങ്ങളിലൊക്കെ പലതും രേഖപ്പെടുത്തി വെക്കുന്നതിലൊക്കെ തന്നെ എന്താണ് ഇൻഡിവിജ്വലിന്റെ പല റൈറ്റ്സും അവകാശങ്ങളും കാര്യങ്ങളും അയാളുടെ ഐഡന്റിറ്റിയും സംഗതികളും എല്ലാം തന്നെ ഈവൻ അടിമകളായിരുന്ന ആളുകൾക്ക് പോലും രാജാക്കന്മാർ അവർക്കൊക്കെ തന്നെ എന്താണ് അവരുടേതായ ക്ലേ ടേബ്ലറ്റ്സും അവരുടെ ഐഡന്റിറ്റിയെ കുറിക്കുന്നതായ ചില ഒബ്ജക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ മുകളിൽ പല സിമ്പിൾസും ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ച ആ സംഗതികളൊക്കെ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ മെസൊപ്പൊട്ടാമിയൻ ട്രഡീഷന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഗതിയായിട്ട് കാണുന്ന ഒരു കാര്യമാണ് എന്ത് ഒബ്സർവേഷന്, ക്ലാസിഫിക്കേഷന്, അനാലിസിസ് എന്നൊക്കെ പറയുന്ന സംഗതികൾ എന്താണ് ഭയങ്കരമായൊരു നിരീക്ഷണ പാടവം, ഒരു വൈദഗ്ധ്യം എന്താണ് മെസൊപ്പൊട്ടാമിയൻ സംഗതികൾ. ഉദാഹരണത്തിന് ആസ്ട്രോണമിക്കൽ ഫിനോമിനി ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഫിസിയോളജിക്കൽ അനാറ്റമിക്കൽ ആ സംഗതികളാണെന്നുണ്ടെങ്കിലും പിന്നെ മൃഗങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും അതുപോലെ തന്നെ ക്ലൈമാറ്റിക് ആയ സംഗതികളിലൊക്കെ തന്നെ എന്താണ് വളരെ വളരെ നല്ല ശ്രദ്ധയോടുകൂടിയ നിരീക്ഷണവും ആ നിരീക്ഷണത്തിൽ നിന്നുള്ള ക്ലാസിഫിക്കേഷന് പിന്നെ അതിനെക്കുറിച്ചുള്ള വിശകലനവും കാറ്റഗറൈസേഷനും ഈ സംഗതികളെല്ലാം തന്നെ എന്താണ് മെസൊപ്പൊട്ടാമിയൻ ട്രഡീഷനിൽ വലിയൊരു പങ്ക് വഹിച്ചായിട്ട് കാണാൻ പറ്റും. ഉദാഹരണത്തിന് അതിന് പറയുന്ന ഒരു തെളിവ് എന്ന് പറഞ്ഞാൽ 3500 BC കണ്ടെത്തപ്പെട്ട കുറെ ടേബ്ലറ്റ്സ് ഉണ്ട്. ഉറൂക്ക് എന്ന് പറഞ്ഞാല് മെസൊപ്പൊട്ടാമിയൻ ട്രഡീഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റി സ്റ്റേറ്റ് ആണ് ഉറൂക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഉറൂക്കിൻ്റെതായ ആ ഒരു ഉറൂക്കിന്റെ ആ ഭാഗങ്ങളിലൊക്കെ തന്നെ കാണപ്പെട്ട പല ക്ലേ ടേബ്ലറ്റ്സിൽ എന്താന്ന് പറഞ്ഞാൽ കുറെ പിന്നെ ടാബുലർ ആയിട്ട് ലിസ്റ്റുകളായിട്ട് എന്താണ് പല ഒബ്ജക്ട്സിനെ കുറിച്ചിട്ടും വന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ അതിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു സംഗതികള് പല കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചതില് എന്താണെന്ന് പറഞ്ഞാല് അതിന് ഓരോ ക്ലാസസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് പിന്നെന്താണ് വളരെയധികം ഒബ്സർവേഷനും ഓർഗനൈസേഷനും അനാലിസിസും എല്ലാം ഇങ്ങനെ ഡാറ്റ ഗ്യാദർ ചെയ്തിട്ട് അതിനെന്താണ് വളരെ കെയർഫുൾ ആയിട്ട് ഒബ്സർവ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് അനലൈസ് ചെയ്യുന്ന സ്വഭാവമൊക്കെ അതിലുണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത്തരം ടേബിളസിൽ നിന്നെന്താണ് അതിനെ വീണ്ടും എന്ത് ചെയ്യുക, വീണ്ടും പകർത്തിയെഴുതുക, അതിനെ വീണ്ടും ഡെവലപ്പ് ചെയ്യുക എന്ന രീതിയിലുള്ളതായ ഒരു നൈരന്തര്യം എന്താണ് പിൽക്കാലത്ത് മെസൊപ്പൊട്ടാമിയൻ ട്രഡീഷൻ ഉണ്ടായിട്ടുണ്ട്. 3500 BC തുടർന്ന് വരുന്ന കാലത്തെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് എന്താണ് പലതരത്തിലുള്ള ടാക്സോണമീസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് പലതരത്തിലുള്ള ഡിസിപ്ലിൻസ് ഓഫ് നോളജ് ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ബൊട്ടാണിക്കലായ സംഗതികൾ, സുവോളജിക്കലായത്, ജിയോളജിക്കലായത് അല്ലെങ്കിൽ കെമിക്കലായത്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ക്യാരക്ടറൈസേഷനും കാറ്റഗറൈസേഷനും ഒക്കെ ഉണ്ടല്ലോ. ഈ സംഗതികളെ വീണ്ടും എന്താണ് ഡൈവേഴ്സിഫൈ ചെയ്ത് അതിലൂടെ എന്താണ് വ്യത്യസ്ത വിജ്ഞാന ശാഖകളായിട്ട് എന്താണ് ആ കാര്യങ്ങൾ വികസിച്ചു പോകുന്നതായ സംഭവം. അപ്പൊ ഒരർത്ഥത്തിലുള്ള ഒരു സയന്റിഫിക് എന്റർപ്രൈസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഗതിയാണല്ലോ അക്യുമുലേഷൻ ഓഫ് ഡാറ്റ, ഒബ്സർവേഷൻ, പിന്നെ ക്ലാസിഫിക്കേഷൻ, അനാലിസിസ്. ഈ സംഗതികളെല്ലാം തന്നെ എന്താണ് വളരെ പുരാതന കാലത്ത് തന്നെ മെസൊപ്പൊട്ടാമിയൻ സംഗതികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാണ്. അത് എന്താണ് പിൽക്കാലത്ത് പലതരത്തിലുള്ള ഡിസിപ്ലിൻസ് ആയിട്ട് നോളജ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിൽ സംഗതി. ഇപ്പൊ ഇന്നും അതാണ് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന പറഞ്ഞാൽ സ്പേസർ പറയുന്ന ഒരു വിഷയം എന്താന്ന് പറഞ്ഞാല് ഇന്നും നമ്മൾ ബോട്ടണിയിലൊക്കെ ഉപയോഗിക്കുന്ന പല ടേംസ് ഉണ്ട്. ഉദാഹരണത്തിന് കശു എന്നൊക്കെ പറഞ്ഞു, നമ്മളെ കാശി എന്ന് പറയുന്ന സാധനം. ചിക്കറി നമ്മളെ കോഫിയിലൊക്കെ ഉപയോഗിക്കുന്ന കിഴങ്ങാണല്ലോ. പിന്നെ ക്യൂമിൻ ജീരകാന്തമുണ്ട്, കുർക്ക പല പേരുകൾ എന്താണ് ഇന്ന് ഉപയോഗിക്കുന്നതിന് അതാണ് ഭയങ്കരമായ ഒരു പിന്നെ എറ്റിമോളജിക്കലായ സിമിലാരിറ്റി, ഭാഷാപരമായ ഒരു പിന്നെ ഫിലോളജിക്കലൊക്കെ ആയിത്തീർന്ന ഭയങ്കരമായ ഒരു സിമിലാരിറ്റി എന്താണ് മെസൊപ്പൊട്ടാമിയൻ സംഗതികളായിട്ട് പിന്നെ പല ബൊട്ടാണിക്കൽ ടേംസ് ഇന്നും കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതില് പിന്നെ അതുപോലെ തന്നെ സുവോളജിക്കലായ സംഗതികൾ, നൂറുകണക്കിന് പിന്നെ പേരുകളും പിന്നെ നാമങ്ങളും പല ജന്തുക്കളുടെയും
2 കോളംസ് ആയിട്ട്, ഒന്ന് സുമേരിയനും മറ്റേത് അക്കാദിയനും സുമേരിയനാണ് 2 ക്യൂണിഫോമിൽ തന്നെ 2 ഇതാണ്. അപ്പൊ അക്കാദിയൻ സംഭവം ആദ്യം ഉണ്ടായിരുന്ന സുമേരിയൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് വന്നു ചേർന്നാണ് അക്കാദിയൻ എന്ന് പറഞ്ഞാൽ ഒരു സെമിറ്റിക് ആ ഒരു പാരമ്പര്യമുള്ള ആളുകൾ. 2 ആളുകൾക്ക് എന്താണ് 2 വ്യത്യസ്തങ്ങളായ ഭാഷകൾ ഉണ്ടായിരുന്നത്. ആ ഭാഷകളെല്ലാം തന്നെയാണ് ക്യൂണിഫോം ഉപയോഗിച്ചിട്ടൊക്കെ തന്നെ ആ ഭാഷകളെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തിരുന്നെന്നും. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ബൈലിംഗ്വൽ ആയ ഒരു സിറ്റുവേഷന് അവിടെ മെസൊപ്പൊട്ടാമിയൻ ട്രഡീഷനിൽ ആദ്യകാലത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരേസമയം സുമേരിയനും അക്കാദിയൻ ഭാഷകൾ സംസാരിക്കുന്ന ആ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പൊ എല്ലാത്തിന്റെയും പേരുകൾ 2 കോളംസ് ആയിട്ടും, ഒന്നിൽ സുമേരിയൻ ആയിട്ടും മറ്റത് അക്കാഡിയൻ ആയിട്ടും ഒക്കെ തന്നെ എന്താണ് അങ്ങനെ ഓർഗനൈസ് ചെയ്തതായിട്ട് കാണാന് സാധിക്കുന്നുണ്ട്. അപ്പൊ സ്പേസർ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നമ്മളുടെ ഈ 3500 BC കാലഘട്ടത്തിലൊക്കെയുള്ള സംഗതികൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഇത്തരം ടേബ്ലറ്റ്സുകളിൽ, ക്ലേ ടേബ്ലറ്റ്സിലൊക്കെ പ്രിസർവ് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് അവ 2 പേർപ്പസ് സെർവ് ചെയ്തിരുന്നു. ഒന്ന് പ്രിസർവേഷൻ ഓഫ് ദ നോളജ് ഓഫ് ദ സ്ക്രിപ്റ്റ്, റിട്ടൺ ലാംഗ്വേജിന്റെ പ്രിസർവേഷൻ, 2 ഡെവലപ്മെന്റ് ഓഫ് സയൻസസ്. ഈ 2 കാര്യങ്ങളും നടന്നു എന്നാണ് അതിനെക്കുറിച്ചിട്ട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എന്താണ് പിന്നെ ലാംഗ്വേജ് സ്റ്റഡീസ് ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്ത ഒരിതായിരുന്നു. വളരെ സങ്കീർണവും ഗഹനവും വളരെ വിശാലമായ അർത്ഥത്തിൽ ഭാഷയുടെ പഠനം മെസൊപ്പൊട്ടാമിക് ട്രഡീഷന്റെ ഒരു ഭാഗമായിരുന്നു. ഭാഷ നിരന്തരം അതിനെ ക്ലാരിഫൈ ചെയ്യുക, അതിന്റെ സ്ട്രക്ചേഴ്സ്, അതിന്റെ ഡയലക്ട്സ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഇതിനൊക്കെ അനലൈസ് ചെയ്യുക, ഇതൊക്കെ തന്നെ ഒരു സയന്റിഫിക് എന്റർപ്രൈസിന്റെ ഭാഗമായി തന്നെ നടന്നതായ ഒരു സംഗതിയായിട്ടാണ് പറയുന്നത്. ഇവിടെ വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ എഴുത്ത് ഭാഷ ഉണ്ടായതിനു ശേഷമല്ല മാത്തമാറ്റിക്സ് ഉണ്ടായത് എന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ച ആളുകൾ പറഞ്ഞത്. മാത്തമാറ്റിക്സ്, ആസ്ട്രോണമി ഒക്കെ തന്നെ അതും എഴുത്ത് ഭാഷയൊക്കെ ഉണ്ടാകുന്നത് അതിനു മുമ്പുള്ളതായ ഒരു ഡെവലപ്മെന്റ് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ സിലിണ്ടർ സീൽസ് എന്ന് പറയും. അത് 7600 BC ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് ആ സുമേരിയൻ നാഗരികതക്ക് എത്രയോ മുമ്പ് തന്നെ യൂണിഫോമായ ഒരു സ്വഭാവത്തിൽ സിലിണ്ടർ സീൽസ്, സിലിണ്ടർ സീൽസ് ആണ് ഈ കാണുന്നതാണ് ഈ സിലിണ്ടർ സീൽസ് എന്ന് പറയുന്നത്. ഇത്തരം സംഗതികള് യഥാർത്ഥത്തിൽ ഓരോ ഇൻഡിവിജ്വൽ, അയാൾ രാജാവാണെന്നോ സാധാരണ മനുഷ്യനാണെന്നോ അല്ലെങ്കിൽ ഒരു അടിമയാണെന്നോ വ്യത്യാസമില്ലാതെ ഓരോ ആൾക്കും അയാളുടേതായ സിലിണ്ടർ സീൽസ്, അയാളുടെ ഐഡന്റിറ്റിയെയും അയാളുടെ ട്രാൻസാക്ഷൻസ്, അത് എന്താണ് സോഷ്യൽ ആയതും കൾച്ചറൽ ആയതും അതുപോലെ തന്നെ റിലീജിയസ് ആയ എല്ലാ ട്രാൻസാക്ഷൻസിനും ഉപയോഗിക്കുന്ന ഒരു മണ്ണിന്റെ ഒരു പ്ലേറ്റില് എന്താണ് ഇത് ഉപയോഗിച്ചിട്ട് റോൾ ചെയ്യുന്ന സന്ദർഭത്തിൽ എന്താണ് അതിലൊരു ചിത്രം പതിയും. അപ്പൊ അത് അയാളുടെ ഐഡന്റിറ്റിയെയും അയാളുടേതായ പല സംഗതികളെയും അയാളുടെ പല താല്പര്യങ്ങളെയും ഓണർഷിപ്പിനെയും എല്ലാം തന്നെ എന്താണ് പ്രിസർവ് ചെയ്യാൻ. നമുക്ക് സമയമായല്ലോ, എന്ത് ചെയ്യുന്നത്? ഒരു 5 മിനിറ്റ് കൂടി എടുത്തിട്ട് നിങ്ങൾ കൺക്ലൂഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ചർച്ചയിലേക്ക് പോവാം. ആയിക്കോട്ടെ. അപ്പോ ഇതില് ഈ സംഭവം എന്ന് പറഞ്ഞാല് ഈ സിലിണ്ടർ സീൽസ് അത് യഥാർത്ഥത്തിൽ എന്താണ്, അത് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു സംഗതിയായിട്ടാണ് കാണുന്നത്. അതിന് സയൻസ് മാത്തമാറ്റിക്സിന്റെ ഡെവലപ്മെന്റിലും അതുപോലെ തന്നെ ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റിലൊക്കെ തന്നെ എന്താണ് ഒരു പിക്ചോഗ്രാമിനെ ഒരു വേർഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിലൊക്കെ തന്നെ സിലിണ്ടറിക്കൽ സീൽസിന് അതിൻ്റെതായ ഒരു പങ്ക് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ നമ്മൾ കുറച്ച് വിഷയങ്ങളൊക്കെ പറഞ്ഞു, അതില് 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. സെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പല ട്രഡീഷണൽ സൊസൈറ്റീസിലും സെക്സാഡെസിമൽ നമ്പർ സിസ്റ്റംസ് ഉള്ളതായിട്ട് കാണാൻ പറ്റും. ഇസ്ലാമിന്റെ ട്രഡീഷനിൽ തന്നെ ഗ്രീക്ക് ട്രഡീഷനിൽ സെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഉപയോഗിച്ചു, ഇന്നത്തെ ഡെസിമൽ സിസ്റ്റത്തിന് പകരം. ഇസ്ലാമിന്റെ ഓൾജിബ്രിക് ട്രഡീഷനിലൊക്കെ തന്നെ അൽഖവാരിസ്മി അടക്കമുള്ള ആളുകൾ സെക്സാഡെസിമൽ സിസ്റ്റംസ് ഉപയോഗിച്ചതായിട്ട് എന്താണ് രേഖകൾ കാണുന്നുണ്ട്. സെക്സാഡെസിമൽ എന്ന് പറഞ്ഞാല് അത് കുറെ കൂടിയൊക്കെ എന്താന്ന് പറഞ്ഞാല് ഒരു പ്രകൃതിയുടേതായ ഒരു കോസ്മോളജിക്കലായ പല സംഗതികളായിട്ട് കുറെ കൂടി അടുത്ത് നിൽക്കുന്ന ഒരു സിസ്റ്റമായിട്ടൊക്കെ അതിനെ കുറിച്ചിട്ട് പറയുന്നൊക്കെ ഉണ്ട്. പല കാര്യങ്ങളും പ്രാപഞ്ചികമായ പല പ്രതിഭാസങ്ങളെയും കുറെ കൂടി എന്താണ് നല്ല രീതിയിൽ കോജന്റായ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാന് ഈ 60 വെച്ചുകൊണ്ട് കാണാം. 10 ഈ വെഡ്ജസ്, ഇതൊരു 10 വെഡ്ജസ് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ ഒരു സർക്കിള്, അതിങ്ങനത്തെ 6 സർക്കിൾ ആയിക്കഴിഞ്ഞാൽ ഇത് അതാണ് ഒന്ന് അങ്ങനത്തെ 10 ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് 60 അങ്ങനെ ഇങ്ങനെ പോകുന്നതായ ഒരു സിസ്റ്റമാണ് ഇത്. അത് ഉദാഹരണത്തിന് ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അക്കൗണ്ടിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മാത്തമാറ്റിക്സിന്റെ ഡെവലപ്മെന്റിൽ ആളുകൾ അക്കൗണ്ടിങ് ബുക്ക് കീപ്പിംഗ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു സംഭവമായിട്ടാണ്.
അക്കൗണ്ടിങ്ങും ബുക്ക് കീപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രൈവറ്റ് ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് സിലിണ്ടർ സ്റ്റീലിനെ കുറിച്ച് പറയണ്ടായി. അപ്പോൾ ആളുകളുടെ ഈ ഓണർഷിപ്പും അതുപോലെ തന്നെ അവകാശങ്ങളും പിന്നെ ട്രാൻസാക്ഷൻസും ഇതിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് അവർ സെക്സ് അഡ്ജസ്റ്റബിൾ ആയ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെന്നുള്ളത്. പിന്നീട് അതിനവര് അസ്ട്രോണമിക്കലായ കാര്യങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കെല്ലാം അതിനെ യൂസ് ചെയ്തിരുന്നു. അതിനെന്താന്ന് പറഞ്ഞാൽ അതിനപ്പുറമുള്ള ഒരു കേവലം ഒരു അബ്സ്ട്രാക്ട് ആയ പിന്നെ ആർബിട്രറി ആയി അവർ ചൂസ് ചെയ്തൊരു സാധനം എന്നതിനേക്കാൾ ഏറെ അതിനെന്തോ ഒരുതരം മെറ്റാഫിസിക്കൽ സിഗ്നിഫിക്കൻസ് പിന്നെ എന്താന്ന് പറഞ്ഞാൽ എല്ലാ ട്രഡീഷണൽ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ എന്താണ് മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ കാണുന്നുണ്ട്. ഇന്നും നമ്മൾ എന്താണ് അതിന്റെ ചില സംഗതികൾ നമ്മൾ സമയത്തിന് ഇതാക്കുന്നത്, ഇതിൽ മാസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ ഇങ്ങനത്തെ കുറെ വിഷയങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ ഉള്ള ഒരു പിന്നെ സംഗതി കൂടി പറയാണ്, കോസാലിറ്റി എന്നുള്ളത്. കോസാലിറ്റി, ഇഫ് ദിസ് ഹാപ്പൺസ് ദെൻ ദിസ് വിൽ ഹാപ്പൺ എന്ന രീതിയിൽ ഇഫ് ദെൻ എന്ന് പറയുന്നതായ ഒരു കോസാലിറ്റി ഉണ്ടല്ലോ. കോസാലിറ്റി എന്ന് പറഞ്ഞാല് അവിടുത്തെ ഇവരുടെ സയന്റിഫിക് ട്രഡീഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഈ കോസാലിറ്റി പലപ്പോഴും എന്ന് പറഞ്ഞാൽ കേവലം പിന്നെ നാച്ചുറൽ ആയ ഒരു കാര്യങ്ങളായിട്ട് മാത്രം ബന്ധിപ്പിച്ചതാവണമെന്നില്ല, സൂപ്പർ നാച്ചുറൽ ആയ കാര്യങ്ങളായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് കോസാലിറ്റി ഉണ്ടാവും. ചിലപ്പോൾ ആസ്ട്രോണമിക്കലായ ഫാക്ട്സിന് എന്താണ് ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളായിട്ട്, സാമ്പത്തികമായി നടക്കുന്ന അല്ലെങ്കിൽ കൃഷിയിൽ നടക്കുന്ന അല്ല ആളുകളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളായിട്ട്, അതായത് ആസ്ട്രോളജിക്കൽ തലമുള്ള കാര്യങ്ങളായിട്ട് എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കോസാലിറ്റി, നമ്മൾ ഇന്ന് കാണുന്ന ഭൗതികമായ ഒരു കോസാലിറ്റി അല്ല, അതിനപ്പുറം എന്താണ് ഭൗതികവും ഭൗതികാതീതവുമായ എല്ലാ പ്രതിഭാസങ്ങൾക്കിടയിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നതായ ഒരു കോസാലിറ്റിയുടെ ഒരു മെത്തേഡ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമുക്ക് എന്താണ് ഇഫ് ദിസ് ഹാപ്പൺസ് ദെൻ ദിസ് വിൽ ഹാപ്പൺ, ഇഫ് ദിസ് ഈസ് ദ കേസ് ദെൻ ദിസ് ഈസ് ദ കേസ് എന്ന രീതിയിൽ എല്ലാ ശാസ്ത്രങ്ങളിലും അങ്ങനത്തെ ഒരു കോസാലിറ്റിയുടെ ഉപയോഗം വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് മെസപ്പൊട്ടാമിയൻ ട്രഡീഷനിൽ കാണാൻ പറ്റും. ഇത്തരം കോസാലിറ്റികൾ അവരെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അവർ ഒബ്സർവ് ചെയ്തിട്ടാണ്, മെറ്റിക്കുലസ് ആയ ഒബ്സർവേഷനിലൂടെ, റിപ്പീറ്റഡ് ആയ ഒബ്സർവേഷനിലൂടെ പിന്നെ പരസ്പരം കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിച്ചിട്ടൊക്കെ തന്നെ. അപ്പൊ അതിലെന്താണ് സത്യമായതുണ്ടാ അസത്യമായതുണ്ടാ, പക്ഷെ എന്താണ് കോസാലിറ്റി അത് യഥാർത്ഥത്തിൽ ഒബ്സർവേഷൻ ആയിട്ടും പിന്നെ ഒബ്സർവ്ഡ് സംഗതികളും അതാണ് റിപ്പീറ്റഡ് ആയ എക്സ്പെരിമെന്റ്സ് കാര്യങ്ങൾ അതുമായിട്ടൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് അവർ കാര്യകാരണങ്ങളെ ബന്ധിപ്പിച്ചതായ ഒരു പിന്നെ ഇന്റലക്ച്വൽ ട്രഡീഷൻ, ഒരു സയന്റിഫിക് ട്രഡീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇഫ് വീനസ് റീച്ചസ് ദ മൂൺ ആൻഡ് എൻറ്റേഴ്സ് ഇൻ ടു ദ മൂൺ ദ കിങ്സ് സൺ വിൽ സീ ദിസ് ഫാദേഴ്സ് സോൺ എന്നൊക്കെ രീതി ചില ആസ്ട്രോളജിക്കൽ സംഗതികൾ കാണാൻ പറ്റും. ഇവർ കോസാലിറ്റി ഉപയോഗിച്ചത് പലപ്പോഴും എന്താണ് ഫ്യൂച്ചറിൽ എങ്ങനെ കാര്യങ്ങളെ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ പ്രഡിക്റ്റ് ചെയ്യുന്നതിൽ പല അർത്ഥത്തിൽ പ്രഡിക്ഷൻ ഉണ്ട്. ചിലത് ഉദാഹരണത്തിന് ഇപ്പൊ ഇവര് ഒരു വീനസ് ടേബ്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ശുക്ര നക്ഷത്രത്തിന്റെ അല്ലെങ്കിൽ വീനസിന്റെ ഒരു അതിന്റെ ഒരു ചലനം, അതിന്റെ ഒരു ചലനത്തിന്റെ ഒരു പീരിയഡ്, അത് മുഴുവൻ എന്താണ് അവർ ഒബ്സർവ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് എന്താണ് അവര് ഒരു ടാബ്ലറ്റ്സ് ആക്കിയിട്ടൊക്കെ വെച്ചതായിട്ട് കാണാൻ സാധിക്കും. ഈ കാര്യങ്ങൾ ചിലപ്പോൾ അവർ പല ഉപയോഗങ്ങൾക്കുണ്ടാവും. ചിലപ്പോൾ ആസ്ട്രോളജിക്കലായ ഉപയോഗങ്ങൾക്കായിരിക്കും. ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവർ പല പിന്നെ ആസ്ട്രോണമിക്കൽ പ്രതിഭാസങ്ങളെ എന്താണ് കൃഷിയുമായിട്ടും കൃഷിയിൽ വിളവ് പിന്നെ ഇറക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ കൊണ്ടുതന്നെ എന്താണ് പിന്നെ കാർഷികവും സാമ്പത്തികവുമായ പല ക്രയവിക്രയങ്ങൾ ചെയ്യുന്നതിൽ എന്താണ് പലതരത്തിലുള്ള ആസ്ട്രോണമിക്കൽ കോസ്മോളജിക്കലായ ഫിനോമിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കോസാലിറ്റി ഒക്കെ അവർക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ നമുക്ക് പിന്നെ ഇത്തരത്തിലുള്ള ആസ്ട്രോളജിക്കലായ സംഗതികളും അവരുടെ പല കാര്യങ്ങളും എന്താണ് സയൻസിന്റെ ഡെവലപ്മെന്റിൽ പങ്കുവയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഉദാഹരണം മെഡിസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ മെഡിസിന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മെഡിസിനിൽ എന്താണ് യഥാർത്ഥത്തിൽ പിന്നെ ഇൻഷാല്ലാ നമുക്ക് വേറെ സംസാരിക്കാം. ഇന്നത്തെ സമയം കുറെ വൈകിപ്പോയി. എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യണമോ ഡിസ്കസ് ചെയ്യാനല്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അപ്പോ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആളുകൾ ഒരു സമയത്ത് ചോദിക്കുക. തഫ്സീൽ സാഹിബിന് പെട്ടെന്ന് പോവേണ്ടി വരും, അതുകൊണ്ട് അദ്ദേഹം ഒരു 10-15 മിനിറ്റ് ഉണ്ടാവോ? 8:05 വരെ നമുക്ക് ഡിസ്കഷൻ ആവാം, ഓരോരുത്തർക്ക് ചോദിക്കാം. ക്ലിപ്പ് പറഞ്ഞതൊക്കെ ക്ലിയർ ആയിരുന്നു. അതിൽ നിങ്ങളെ ഒരു സ്ലൈഡ് ചോദിച്ചോളൂ. വളരെ നന്ദി. ഞാന് എന്റെ ചോദ്യം എന്താന്ന് ചോദിച്ചാല്, നമ്മൾ സയൻസ് എന്ന് പറയുന്ന ഒരു ടേം അത് ടേം യൂസ് ചെയ്യുമ്പം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. എന്താന്ന് വെച്ചാല് ഇപ്പൊ സയൻസ് എന്ന് നമ്മൾ ഇന്ന് വ്യവഹരിക്കുന്ന ഒരു വാക്ക് യഥാർത്ഥത്തില്
ഈ ഒരു മെസ്സപ്പൊട്ടോമിയൻ നോളജ് ട്രഡീഷനോ അല്ലെങ്കിൽ പിൽക്കാലത്ത് വന്ന നോളജ് ട്രഡീഷനുകളെയോ യൂസ് ചെയ്യാൻ പറ്റുമോ? അതോ അതിൽ സയൻസ് ഉണ്ടായിരുന്നു, അതായത് സയൻസ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന അർത്ഥത്തിൽ സയൻസ് ഉണ്ടായിരുന്നു എന്നല്ലേ പറയാൻ സാധ്യമാവുള്ളൂ? അതായത് അത് ഐ മീൻ മോഡേൺ സയൻസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ആ അർത്ഥത്തിൽ സയൻസിൻ്റെതായ ചില വശങ്ങളുള്ള ഒരു നോളജ് ട്രഡീഷൻ എന്ന് പറയുന്നതല്ലേ കൃത്യമായ ഒരു സംഭവം? അതോ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡിസ്കഷൻ വരുന്ന ക്ലാസ്സുകൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാല്ലാ, അതെ, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മൾ ഇന്ന് സയൻസ് എന്ന രീതിയിൽ ക്ലിയർലി ഡിമാർക്കേറ്റ് ചെയ്യുന്ന ഒരു സാധനത്തെ അങ്ങനെ തന്നെ നമുക്ക് ആ ഏൻഷ്യൻ ട്രഡീഷൻസിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതുമായി പഠിച്ച ആളുകൾ പറയുന്നത് പറഞ്ഞാൽ വി ഹാവ് ലോസ്റ്റ് ഓൾസോ മെനി തിങ്സ് എന്ന് അവർ പറയുന്നുണ്ട്. നമുക്കിന്നെല്ലാം മുമ്പുള്ളതിനേക്കാളെല്ലാം എല്ലാ അർത്ഥത്തിലും തികവുറ്റ ഒന്നാണ് നമ്മളുടെ ശാസ്ത്രം എന്ന ഒരു ആർഗ്യുമെന്റ് യഥാർത്ഥത്തിൽ എന്താണ്? അത് നമ്മൾ വളരെ പരിമിതമായ ചില പാരാമീറ്റേഴ്സ് വെച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്, ഓരോ കാലഘട്ട സംഭവത്തോളം അതിന്റെ സിവിലൈസേഷണലായ ആവശ്യങ്ങളും കാര്യങ്ങളും അതെല്ലാം പരിഗണിക്കുന്ന സന്ദർഭത്തിൽ ഇന്നത്തെ ശാസ്ത്രം മുമ്പുള്ളതിനേക്കാളും വളരെ മികച്ചെന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഇന്നത്തെ ശാസ്ത്രത്തിന്റെ സ്വഭാവം എന്താണ്? യഥാർത്ഥത്തിൽ മുമ്പുണ്ടായിരുന്ന നോളജ് എന്റർപ്രൈസിന്റെ അതേ സ്വഭാവമാണെന്ന് പറയാൻ പറ്റില്ല. ഇൻഷാല്ലാ അത് നമ്മൾ ഇതിന്റെ ഒരു എവല്യൂഷന് മൊത്തത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ കുറെ കൂടിയൊക്കെ വ്യക്തമാവുമെന്ന് വിചാരിക്കുന്നു. അല്ല, ഞാനത് പൊതുവെ ഇങ്ങനെ ഒരു ശാസ്ത്ര ചരിത്രങ്ങൾ അല്ലെങ്കിൽ തത്വചിന്തയുടെ ചരിത്രത്തിൽ പൊതുവെ ആരംഭിക്കുന്നത് ഗ്രീക്കിൽ നിന്നാണെന്ന് ഐ മീൻ ഏതൊരു ഫിലോസഫി, വെസ്റ്റേൺ ഫിലോസഫിയുടെ പുസ്തകം വായിക്കാൻ എടുത്താലും നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അത് എഴുതപ്പെട്ടിരിക്കുന്നത് ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ഗ്രീക്ക് എന്നുള്ള രീതിയിലാണ്, ഗ്രീസ് എന്നുള്ള രീതിയിലാണ്. അതായത് അതുവരെ സൂപ്പർ നാച്ചുറൽ എന്ന് കരുതപ്പെട്ടിരുന്ന ഒരു ഫിനോമിനനെ അങ്ങനെ ഒരു സംഭവം അല്ല എന്ന രീതിയിൽ ആദ്യമായിട്ട് ചിന്തിച്ചത് ഗ്രീസുകാരാണ്. അതുകൊണ്ട് തത്വചിന്ത ഗ്രീസിൽ തുടങ്ങുന്നു എന്നൊരു രീതിയിലാണ് പൊതുവെ തത്വചിന്തകളുടെ അല്ലെങ്കിൽ വെസ്റ്റേൺ തത്വചിന്തയുടെ ചരിത്രങ്ങൾ പലതും ആരംഭിക്കുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ നമ്മൾ തത്വചിന്ത എന്ന അർത്ഥത്തിൽ ഇപ്പൊ ഇവിടെ കോസ്റ്റാലിറ്റിനെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും പഠനങ്ങളുണ്ടോ? മെസപ്പൊട്ടാമിയന് ഇതില് നിങ്ങൾ ഈ പറഞ്ഞ കുളത്തിലുള്ള ഇന്ന് നമ്മൾ കാണുന്ന സ്വഭാവത്തിലുള്ള ഒരു ഫിലോസഫി ഉണ്ടല്ലോ, വളരെ ആ ഒരു സ്വഭാവത്തിലുള്ള ഒരു ഫിലോസഫി നമുക്ക് മെസപ്പൊട്ടാമിയൻ ട്രഡീഷനിൽ അങ്ങനെ കാണാൻ പറ്റില്ല. അത് കുറെ കൂടിയൊക്കെ ഒരു മെറ്റാഫിസിക്കൽ സ്വഭാവമാണ് അവിടുത്തെ തിങ്കിങ്ങിനൊക്കെ ഉണ്ടായത്. ഒരുതരം സൂപ്പർ നാച്ചുറലായ ഡിവൈനായ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ചിട്ട്, അല്ലാണ്ട് ടോട്ടലി മനുഷ്യന്റെ ഒരു റേഷനാലിറ്റി അതിലേക്ക് ഒതുങ്ങിയതായ ഒരു സ്വഭാവത്തിലുള്ള ഒരു കാര്യം അന്ന് ഉണ്ടായിട്ടില്ല. ആ ഒരർത്ഥത്തിൽ ഇപ്പൊ ഫിലോസഫി എന്നുള്ളത് ഫിലോസഫിയും മെറ്റാഫിസിക്സും തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഫിലോസഫിയുടെ ന്യൂനതകളും കാര്യങ്ങളും മെറ്റാഫിസിഷ്യൻസിന്റെ സംഭവത്തോളം എന്താണ് ഫിലോസഫി ഇതാണ് ഫിലോസഫി. അതാ നമ്മൾ ഗസാലി ഇമാം ഫിലോസഫിയെ വിമർശിച്ചിട്ടുണ്ടല്ലോ. അതിനെ തുടർന്ന് ഇസ്ലാമിൽ ഉണ്ടായ ഷെയ്ഖ് ഇബ്നു അറബിയെ പോലുള്ള ആളുകളൊക്കെ കൊണ്ടുവന്ന ഒരു ട്രഡീഷൻ എന്ന് പറഞ്ഞാല് അത് മെറ്റാഫിസിക്കലി ഫിലോസഫിക്കലായിരുന്നു. അത് ഡീപ്പിലി, അതായത് കേവലം ഒരു റീസന്റെ അപ്പുറമുള്ള ഒരു ഫേക്കൽറ്റീസ് ആ സംഗതികളെയും കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായ ഒരു തത്വജ്ഞാനപരമായ ഒരു ട്രഡീഷനെയാണ് നമുക്ക് അതിനുശേഷം കാണാൻ പറ്റുന്നത്. കേവലം തിങ്കിങ്ങിൽ അടിസ്ഥാനപ്പെട്ടതല്ല. അപ്പോ ഒരു മെറ്റാഫിസിക്സ് ഗ്രീസിലാണോ ആരംഭിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോ എന്ന് പറയാൻ പറ്റും. മെറ്റാഫിസിക്സ് വാസ് ദർ ഫ്രം ദ ബിഗിനിങ് ഓഫ് മനുഷ്യന്മാരുടെ ആദ്യ മനുഷ്യൻ തൊട്ട് എന്താണ് മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു. ഫിലോസഫി ആസ് ഇറ്റ് ഈസ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു ഫോമില് അത് ഗ്രീക്കിലാണ് വലിയൊരു അളവുകളുണ്ടായത്. പക്ഷെ ഇതിലുള്ള ഒരു യൂറോ സെൻട്രിസിറ്റി നമ്മൾ മനസ്സിലാക്കണം. ഈ ഓറിയന്റലിസ്റ്റ് വെസ്റ്റേൺ ആളുകൾ പറയുന്ന പറഞ്ഞാൽ ആകെ വെസ്റ്റിന്റെ അടുത്ത് എന്തോ ഉണ്ടായിട്ടുള്ളൂ എന്താണ്. ഗ്രീക്കുകാർക്ക് കുറെ സാധനം ഉണ്ടായിരുന്നു, അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് തരികയെന്ന ഉത്തരവാദിത്തം മാത്രമാണ് അറബികൾ ചെയ്തിട്ടുള്ളത്. ബിഗിനിങ്ങും എൻഡും എല്ലാം തന്നെ വെസ്റ്റ് ആണ് എന്ന രീതിയിലുള്ള എൻഡ് ഓഫ് ഹിസ്റ്ററി, ബിഗിനിങ് ഓഫ് ഹിസ്റ്ററി എൻഡ് ഓഫ് ഹിസ്റ്ററി എല്ലാം അവർക്കാണ് എന്ന രീതിയിൽ ഇന്റലക്ച്വൽ ട്രഡീഷനെ മുഴുവൻ അവർ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നതായ ഒരു യൂറോസെൻട്രിക് കാഴ്ചപ്പാട് ഇതിലൊക്കെ ഉണ്ട്. പലപ്പോഴും നമ്മുടെ സമീപനങ്ങൾ ഇതിൽ വലിയ പ്രശ്നമാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ മെസപ്പൊട്ടാമിയൻ ട്രഡീഷൻ അത് ടോട്ടലി പോളിത്തീസ്റ്റിക് ആണ് എന്ന് മാക്സ് മുള്ളറെ പോലുള്ള ആളുകളൊക്കെ തന്നെ എന്താണ് അങ്ങനത്തെ ആളുകളുണ്ട്, അങ്ങനത്തെ സമീപനമുള്ള അവരുടേതായ ഒരു ഡോമിനൻസ് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നുണ്ട് ആ വിഷയത്തില്. ഹൗ വി സ്റ്റഡി ഓൾസോ ഇസ് വെരി ഇമ്പോർട്ടന്റ് ഏതൊരു ട്രഡീഷനെ കുറിച്ച്. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മളിപ്പോ സാധാരണ ഇപ്പൊ ശാസ്ത്രം അല്ലെങ്കിൽ അറിവ് ഇതിനെ കുറിച്ചൊക്കെ ചരിത്രം പറയുമ്പോൾ
നമുക്ക് തുടങ്ങാൻ കിട്ടുന്നത് മെസപ്പൊട്ടേമിയയിൽ നിന്നാണ്. യൂറോസെൻട്രിക് അല്ലെങ്കിൽ നമ്മൾ മെസപ്പൊട്ടേമിയയിൽ നിന്ന് തുടങ്ങും. പക്ഷെങ്കിൽ അതിനു മുമ്പും ശരിക്കും അറിവും ശാസ്ത്രബോധമൊക്കെ ഉണ്ടായിരുന്നില്ല, സൂപ്പർഫിഷ്യൻസ് ഒന്നും അല്ലായിരുന്നല്ലോ. അപ്പോ ഈ അറിവിനെയും അല്ലെങ്കിൽ ഈ ശാസ്ത്രം ഈ സാധനങ്ങളൊക്കെ നമ്മൾ അതിനു മുമ്പുണ്ടായിരുന്നത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതേപോലെ എഴുതപ്പെട്ടാൽ മാത്രമേ അറിവാവുകയുള്ളൂ എന്നും ഇല്ലല്ലോ. വാചിക ട്രഡീഷൻ ആയാലും അതൊക്കെ അറിവിന്റെ ഒരു ട്രഡീഷനാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ആദം നബി അലൈഹി സ്വലാം മുതലേ ഇൽമ് മനുഷ്യകുലത്തിന് പൂർണ്ണമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു രീതിയിലുള്ള പഠനത്തിനും അതിൻ്റെതായ പരിമിതി ഉണ്ടാവില്ല. അപ്പൊ മെസപ്പൊട്ടേമിയയുടെ മുമ്പുള്ള അറിവ് ശാസ്ത്രം എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളൊരു സംശയം. ഉദാഹരണത്തിന് ഇതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ഇതിനെ ശാസ്ത്രീയമായിട്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എവിഡൻസസ് അതിൽ ചെയ്യുന്ന ഒരു 6000 BC ഒക്കെയാണ് ഏറ്റവും പിന്നെ ഓൾഡസ്റ്റ് ടേബിൾസിനൊക്കെ പറയുന്നത്. അത് തന്നെ ഒരു മെസപ്പൊട്ടേമിയൻ ഏജ് ആണ്. അതിനേക്കാളും മുമ്പുള്ളതായ രേഖകളൊന്നും അധികം അങ്ങനെ കിട്ടിയതായിട്ടൊന്നും അങ്ങനെ പറയുന്നത് കാണുന്നില്ല എന്താന്നുള്ളത്. എന്തായാലും പിന്നെ അതിനു മുമ്പ് ചരിത്രം എത്ര കാലം ഉണ്ടായി എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. നമ്മൾ ഇന്നത്തെ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പറയുന്ന പോലെ 1000 കോടി വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്മാർ ഇവിടെ ഉണ്ടായി എന്നൊക്കെ പറയുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത് പോലും ഇന്ന് ചോദ്യം ചെയ്യുന്ന സയന്റിസ്റ്റുകൾ അത് നമുക്ക് അറിയില്ല അതിനെ പറ്റിയിട്ട്. കാരണം റെക്കോർഡായ എവിഡൻസസ് ഇന്നിപ്പോ കാർബൺ ഡേറ്റിങ്ങിലൊക്കെ കുറെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഏജ് കണ്ടെത്തുന്നതിൽ. അത് അങ്ങനെ തന്നെ ശരിയാണെന്നതിനെ പറ്റി അതായത് ചില ആധുനിക കാലങ്ങളിൽ ക്വാണ്ടം സയന്റിസ്റ്റുകൾ തന്നെ അതിനെ ചോദ്യം ചെയ്തതായിട്ടൊക്കെ വായിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഏതൊരു ട്രഡീഷന് ഈവന് പിന്നെ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയതായ എവിഡൻസസ് ഉണ്ട്. എവിഡൻസസ് പഠിച്ചു കഴിഞ്ഞാലും അതിനു മുമ്പുള്ളതായ കാര്യങ്ങളുടെ സ്വാധീനം അവയിലുള്ള ഒന്നായിട്ട് മാത്രമേ അവയെ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ എന്താണ് പ്രീ ഹിസ്റ്റോറിക്കൽ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനത്തതായ കുറെ കാലഘട്ടങ്ങളിലേക്ക് എന്താണ് അതിങ്ങനെ വീണ്ടും പ്രേമയിലേക്ക് ഇങ്ങനെ തുടർന്നു പോകുന്ന അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാണ്ട് മെസപ്പൊട്ടേമിയ എല്ലാം തുടങ്ങി എന്ന് ഒരു സംഗതി പറയാൻ പറ്റില്ല. നിങ്ങളെ ഒരു സ്ലൈഡില് പ്ലേസ് വാല്യൂ സിസ്റ്റം മെസപ്പൊട്ടേമിയയിൽ ഉണ്ടായിരുന്നു സൂചിപ്പിച്ചില്ലേ? അതിനെ കുറിച്ച് ഒന്നുകൂടി വിശദീകരിക്കാൻ പറ്റുമോ? കാരണം ഞാനത് ഇപ്പോ ഇസ്ലാമിക ശാസ്ത്രജ്ഞരിലേക്ക് എത്തിയാൽ അൽഖവാരിസ്മിയുടെ കാലഘട്ടത്തിലാണ് അത് ഗ്രന്ഥങ്ങളിലേക്ക് വരുന്നത്. അതിന്റെ മുമ്പ് ചൈനയിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് അങ്ങനെയാണല്ലോ കാണുന്നത്. പ്ലേസ് വാല്യൂ സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. പ്ലേസ് വാല്യൂ സിസ്റ്റം ഉദാഹരണം ഞാനിപ്പോ നിങ്ങളുടെ സ്ലൈഡിൽ കാണിക്കുന്ന ഒരു സംഗതി ഉണ്ട്. ഇത് പിന്നെ യഥാർത്ഥത്തിൽ പ്ലേസ് വാല്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഈ വെഡ്ജസ് ഈ വെഡ്ജ് ഒരു 1നെയാണ് കുറിക്കുന്നത്. അപ്പൊ കുറച്ചും കൂടി നല്ല ഒരു എക്സാമ്പിൾ കാണിച്ചു. ഇപ്പൊ എന്റെ സ്ക്രീനിൽ കാണില്ല നിങ്ങള്? സ്ക്രീൻ കാണുന്നുണ്ട്, പക്ഷെ മൗസ് ഒന്നും കാണുന്നില്ല. അല്ല ഒരു സ്ക്രീനിൽ ഒരു ഡോക്യുമെന്റ് കാണുന്നുണ്ട് നിങ്ങള്? നിമ്രൂദ് ഓമൻ കാറ്റലോഗ്, അസൂർ ഇൻകാൻഡേഷൻ കാറ്റലോഗ് അതല്ലേ? അല്ല, ഞാനിപ്പോ ഒരു ഡോക്യുമെന്റ് കാണിക്കുന്നില്ല. അത് ഷെയർ ആയിട്ടില്ല. വേറെ ആർക്കെങ്കിലും കാണുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ കാണുന്നില്ല. വരുന്നുണ്ട് തോന്നുന്നു. ഇല്ല, വരുമായിരിക്കും. അത് ടൈം ലോഡ് ചെയ്യാനുള്ള സമയമായിരിക്കും. എന്തായാലും ഈ പ്ലേസ് വാല്യൂ ഉദാഹരണത്തിന് പിന്നെ ഈ മെസപ്പൊട്ടേമിയൻ ട്രഡീഷനിലെ ആദ്യകാലൊക്കെ തന്നെ വളരെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിന് വേണ്ടി മാത്തമാറ്റിക്സ് ഡെവലപ്മെന്റ് നടക്കുക. പിന്നീട് അവര് പ്യുവർ മാത്തമാറ്റിക്സിന്റെ പ്രോബ്ലംസിലൊക്കെ അവര് പിന്നെ നടത്തുന്നതായിട്ട് പറയുന്നത്. ഇറേഷണൽ നമ്പേഴ്സ്, അതുപോലെ തന്നെ സ്ക്വയർ റൂട്ടുകൾ, ചില നമ്പേഴ്സിന്റെ അങ്ങനത്തെ സംഗതികളൊക്കെ ഈ കാര്യങ്ങളെല്ലാം തന്നെ അവരെന്താണ് ഈ പ്ലേസ് വാല്യൂ സിസ്റ്റം ആദ്യം ഡെസിമൽ ഇല്ല, പിന്നീട് അവർ ഡെസിമൽ നൊട്ടേഷൻ ഉണ്ടാക്കുന്നത്. ഈവനെ അവരുടെ അക്കൗണ്ടിങ് സംഗതികൾ 160th
ഓഫ് ഒരു ഡേന്റെ ഒരു ദിവസത്തെ ലേബറിന്റെ 60 ഭാഗം ഹെക്സാഡെസിമൽ ഉപയോഗിച്ചുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ഉള്ള ചർച്ചകളും സംഗതികളൊക്കെ ഉണ്ട്. അപ്പൊ 1/60, 1/60 സ്ക്വയർ, 1/60 ക്യൂബ് എന്ന രീതിയിൽ ഡെസിമൽ പ്ലേസസിന് അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇത്തരം കാര്യങ്ങൾ അവർ യഥാർത്ഥത്തില് പിന്നെ ഈ കാര്യത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നു. സ്ക്വയർ റൂട്ട് ഓഫ് കണ്ടെത്താൻ. ഇതുപോലെ പ്യൂർ മാത്തമെറ്റിക്കലായ ചില പ്രോബ്ലംസും കാര്യങ്ങളും അതുപോലെ തന്നെ എന്താണ് സമ്മേഷൻ സീരീസ് ഒക്കെ ഉണ്ട് മാത്തമെറ്റിക്സിൽ. നിങ്ങൾക്ക് അറിയാൻ പറ്റും സിഗ്മ എൻ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ അങ്ങനത്തെ സംഗതികളുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതാക്കാൻ ഇതിനെക്കുറിച്ച് എമ്പാടും ഡോക്യുമെന്റ്സ് ഉണ്ട്. ഞാൻ ഇതിൻ്റെതായ ഒരു റെഫറൻസിൽ ചില കാര്യങ്ങൾ കൊടുത്തു. നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ സ്ക്രീനിൽ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഹെക്സാഡെസിമൽ സിസ്റ്റം എന്നുള്ളത്. ഉദാഹരണം 1 ഒരു വെജ് കാണും. 1 തൊട്ട് 9 വരെ ഇതാണ് ഒരുതരം പിന്നെ ഒരുതരം ഒരു ഇതാണ്. അത് കഴിഞ്ഞ 10 ഉപയോഗിക്കുന്ന ഒരു സിമ്പിളുകളാണ്ട. ഈ രീതിയിൽ ഒരു പ്ലേസ് വാല്യൂ സിസ്റ്റം ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ 10+1 ഇവിടെ 11 കാണുന്നില്ല. അതെ അതെ, ആ രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് അവർ ഉപയോഗിച്ചത് കാര്യങ്ങൾ. ഇതിപ്പോ 59 വരെയുള്ള സാധനങ്ങൾ നമുക്ക് ആദ്യത്തെ പ്ലേസിൽ ഉപയോഗിക്കും. 60 തൊട്ട് സെക്കൻഡ് പ്ലേസിൽ വീണ്ടും ഇത് ആവർത്തിക്കും. ഇത് രണ്ടാമത്തെ പ്ലേസിലേക്ക് വരികയാണെങ്കിൽ മനസ്സിലാവില്ല. അങ്ങനത്തെ ആ രീതിയിൽ അങ്ങനെ പോകുന്നതായ പക്ഷെ പ്ലേസ് വാല്യൂ ഓരോന്നിനും 60 ആയിരിക്കും, 10 ആയിരിക്കൂല. അപ്പൊ സെക്കൻഡ് പ്ലേസിൽ ഇത് വന്നു കഴിഞ്ഞാൽ 60 എന്നാ വരാന്. 60+1 വരും. 60 എന്നാ വരാം. ആയിക്കോട്ടെ, 60 എന്നാ വരാം. ആ രീതിയിൽ പിന്നെ ഇതുവരെയാണ് 120 ആ രീതിയിൽ. അപ്പൊ 60+59 എന്താണ് 119 കിട്ടുമല്ലേ നമുക്ക്. അപ്പൊ ആദ്യത്തെ പ്ലേസിൽ ഈ പിന്നെ ഫസ്റ്റ് പ്ലേസിൽ നമുക്ക് ഇത് മുഴുവൻ കിട്ടും. രണ്ടാമത്തെ പ്ലേസിൽ നമുക്ക് ഇത് മുഴുവൻ ആവർത്തിക്കാം. ആ മൂന്നാമത്തെ പ്ലേസിൽ അങ്ങനെ ആവർത്തിക്കാം. ഇപ്പൊ 59 × 60 എന്ന് പറയുന്ന ഒരു പിന്നെ മാക്സിമം വാല്യൂ എന്താണ് സെക്കൻഡ് പ്ലേസിൽ വരും. മൂന്നാമത്തെ പ്ലേസ് 60 സ്ക്വയർ വരും. നാലാമത്തെ പ്ലേസ് 60 ക്യൂബ്ഡ് വരും. ആ രീതിയിലുള്ള പ്ലേസ് വാല്യൂസ് നമ്മൾ ഡെസിമൽ സിസ്റ്റം നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. 110 എന്ന് പറയുമ്പോൾ എന്താണ്, അല്ലെ 111 എന്ന് പറയുമ്പോൾ എന്താണ് 1 + 1 × 10⁻⁴. അതായത് 1 + 10 + 100 അല്ല 110 വരാം. അതവിടെ 10 അവിടെ പ്ലേസ് വാല്യൂ 10 ആയതുകൊണ്ടല്ല, 10ന്റെ മൾട്ടിപ്പിൾസ് ആയതുകൊണ്ടാണ്. ഇവിടെ 60ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് പ്ലേസ് വാല്യൂസ് ആണ്. 60⁻⁴, 60⁻⁴, 60⁻², അങ്ങനെയാണ് അതിന്റെ പ്ലേസ് വാല്യൂ പോകുന്നത്. ബൈനറി അറിത്മെറ്റിക് ഒക്കെ അറിയുന്ന ആളുകൾക്ക് ഇന്നത്തെ കാലത്ത് മനസ്സിലാവും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ. റബീഹ് ചോദിച്ചോളൂ. ആ ചോദ്യം കൂടെ ലാസ്റ്റത്തെ ചോദ്യമാണ്. നമ്മള് ദീന്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ഒരു മെറ്റാഫിസിക്സ് ഇല്ലാത്ത ഒന്നും നടക്കൂലല്ലോ. കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ മെറ്റാഫിസിക്സ് ആണല്ലോ. അപ്പൊ ഈ സയൻസുകാരാണെങ്കിൽ ഈ മെറ്റാഫിസിക്സിനോട് വല്ലാത്തൊരു ചോദ്യമാണ്. അപ്പോ നമ്മൾ ഒരു ആൻഷ്യനിൽ തന്നെ തുടങ്ങുമ്പോൾ, ഒരു വളരെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ തുടങ്ങുമ്പോൾ നമ്മൾ ഈ മെറ്റാഫിസിക്സിലേക്ക് എങ്ങനെ പ്രവേശിക്കുക? ഇപ്പൊ നമ്മളെ ഇബ്രാഹിം അറബി തങ്ങളൊക്കെ പറയില്ലേ, വേൾഡ് ഈസ് എ കൺസെപ്റ്റ്. ഞാൻ ഇക്ബാൽ വിയ പറയാണ്, വേൾഡ് ഈസ് എ കൺസെപ്റ്റ്, ഗോഡ് ഈസ് എ പെർസെപ്റ്റ് എന്നൊക്കെ പറയില്ലേ. അപ്പൊ എന്താണ് ഈ മെറ്റാഫിസിക്സ്? അതിലേക്ക് നമ്മളിങ്ങനെ പ്രവേശിക്കുക. അതുപോലെ തന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട്. ഒരു വളരെ കോൺക്രീറ്റ് ആയ ഒരു മൈൻഡിൽ നിന്ന് എങ്ങനെയാണ് അത് ബ്രേക്ക് ചെയ്യൽ എങ്ങനെയാണ്? ആ ഒരു കോൺക്രീറ്റ്നെസ് ഉണ്ടല്ലോ, ആ കോൺക്രീറ്റ്നെസ്സിനെ ബ്രേക്ക് ചെയ്ത് ഈ രണ്ട് ചോദ്യങ്ങളാണ്. നമ്മൾക്ക് ഈ ചോദ്യം അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ട് തുടങ്ങിയാൽ മതി. തഫ്സീൽ സാഹിബ് നിങ്ങൾക്ക് ലോഗ് ഔട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. അല്ല, നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ പോവാ. ഈ ചോദ്യം നമുക്ക് അടുത്ത ക്ലാസ് മുതൽ തുടങ്ങാം. ഓക്കെ. മെറ്റഫിസിക്സ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന നമ്മുടെ ഭൗതികമായ വസ്തുക്കളുടെയോ
പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്പേഴ്സ്, ജോമെട്രിക്കൽ, ഈ കാര്യങ്ങൾക്കെല്ലാം ഉള്ള ഒരു മെറ്റാഫിസിക് മീനിങ് റീഡിസ്കവർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് റീഡിസ്കവർ ചെയ്യുമ്പോഴാണ് അതിലൂടെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ചുറ്റുമുള്ള എല്ലാ പ്രതിഭാസങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ ഇന്റർപ്രറ്റ്. കേൾക്കുന്നില്ല പറയുന്നത്? ഉണ്ട് പറഞ്ഞോളി. അപ്പം നമുക്ക് അതിനെല്ലാം തന്നെ പിന്നെ ഇന്റർപ്രറ്റ് സാധിക്കും. മെറ്റാഫിസിക്സ് ബേസിക്കലി അത് എല്ലാത്തിന്റെ ഒരു മെറ്റാഫിസിക്കൽ മീനിങ്ങിലാണ്. ആ മീനിങ് അല്ലെങ്കിൽ ലാംഗ്വേജിന്റെയും ലോജിക്കിന്റെയും ഉള്ളിൽ മാത്രം കൺഫൈൻഡ് ആയ മീനിങ് നമ്മുടെ എല്ലാ പ്രതിഭാസങ്ങളെയും ലിബറേറ്റ് ചെയ്ത് അതിനതീതമായ അവയുടെ ആധ്യാത്മികമായ അർത്ഥത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരിക്കലും തന്നെ നമ്മളുടെ ഒരു സയന്റിഫിക് എന്റർപ്രൈസിന് എതിരാകുന്ന ഒരു ഡീപ്പർ മനസ്സിലാക്കുന്നതിന് ഉപയോഗപ്പെടുന്ന സംഭവമാണ്. അങ്ങനത്തെ ഒരു ഒന്ന് പോലത്തെ ആളുകളൊക്കെ പറയുന്നത് ഹലോ അല്ല അപ്പൊ തഫ്സൽ സാഹിബ് എന്നാ നമ്മൾക്ക് അവസാനിപ്പിക്കല്ലേ? ഓക്കെ. അപ്പോ തഫ്സൽ സാഹിബിന് നെറ്റിന്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും, ഞാനാണ് ഈ പരിപാടിയുടെ കോർഡിനേറ്റർ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനോ ഉണ്ടെങ്കിൽ സമർപ്പിക്കാം. നമ്മൾ ഔദ്യോഗികമായിട്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുന്നില്ല. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ പറയാൻ നിർദ്ദേശങ്ങളായി സമർപ്പിക്കാനുണ്ടെങ്കിൽ സമർപ്പിക്കാം, പരിചയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ പരിചയപ്പെടുത്താം. ഇത് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ടാണ്. ഇൻഷാല്ലാ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ കറക്റ്റ് 7 മണിക്ക് തുടങ്ങി 7:45 വരെയാണ് പ്രസന്റേഷൻ ഉണ്ടാവുക. അതിനുശേഷം 15 മിനിറ്റ് നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ് എല്ലാവരും എൻജോയ് ചെയ്തു എന്നാണ് കരുതുന്നത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാണ്ടെങ്കിൽ പറയാം. ഹലോ അസ്ഫീൽ സാറേ. സാറെന്നത് വിളിക്കേണ്ട, ഹാഷിംക പറഞ്ഞോളേ. ഒരു കാര്യം, ഈ ഖുർആനിക്കേറ വന്നതിന് ശേഷമാണ് പിന്നെ മെസപ്പൊട്ടേമിയൻ കേൾക്കാമോ? കേൾക്കണ്ട് പറഞ്ഞോളേ. അതായത് ഇവിടെ പിന്നെ ഒരു കതിർ കൊണ്ടുള്ള വിശ്വാസം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, എല്ലാം ദൈവം ആദ്യ നിശ്ചയിച്ചതാണ്. അപ്പൊ അത് ഈ പിന്നെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു തിങ്കിങ്ങിനെ ബാധിച്ചിട്ടുണ്ടോ സത്യത്തില്? ഇൻഷാല്ലാ അത് നമ്മൾ ഇത് ഹാഷിംക്കൊക്കെ അറിയണ മാതിരി ഇതിന്റെ ഫസ്റ്റത്തെ മൊഡ്യൂളില് നമ്മൾ മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ഗ്രീക്ക് സംസ്കാരം, ഇത് മൂന്നുമാണ് ചർച്ച ചെയ്യുന്നത്. ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഈ ചോദ്യങ്ങളൊക്കെ അതിൽ വരും. അൽക്കിന്ദിയും ഗസാലിയും ഇവരൊക്കെ പറഞ്ഞതുപോലെ അത് രണ്ടാമത്തെ മൊഡ്യൂളാണ്. പക്ഷെ അതിന്റെ തുടക്കം എന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലും ഇതിലും ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ആരംഭിച്ചത്. ഈ ചോദ്യങ്ങളൊക്കെ ഇൻഷാല്ലാ തഫ്സൽ സാഹിബ് തന്നെ അവിടെ ആൻസർ ചെയ്യുന്നതാണ് കരുതുന്നത്. അടുത്ത ക്ലാസ് അടുത്ത ശനിയാഴ്ച. നിങ്ങൾ രജിസ്റ്റർ ചെയ്തല്ലേ? നിങ്ങളെ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇൻഷാല്ലാ അടുത്ത ആഴ്ച നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. പിന്നെ വേറെ എന്തെങ്കിലും നിർദ്ദേശം? നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുമോ? നിങ്ങള് ഓക്കെ. ഹാഷിം സാർ WMO കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഞങ്ങൾ തമ്മിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടുള്ള പരിചയമാണ്. കേട്ടില്ല ഹാഷിം. അടുത്ത ശനിയാഴ്ച, നെക്സ്റ്റ് ശനിയാഴ്ച. പിന്നെ ആർക്കെങ്കിലും ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ
ബാസിൽ ഇവിടെ ഫോൺ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഫോൺ നമ്പർ എല്ലാവരും സേവ് ചെയ്ത് വെക്കുക. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടാതാവുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ബാസിലുമായിട്ട് സംസാരിക്കാവുന്നതാണ്. ബാസിലും ഞാനുമാണ് ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റേഴ്സ്. ഞാൻ അസീൽ അഹമ്മദ്, ഇപ്പോൾ ചെന്നൈയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസസിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോ ആണ്. ബാസില് ഐസർ കൊൽക്കത്തയിൽ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ബാസിലിന്റെ നമ്പറാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വാട്സപ്പിൽ മെസ്സേജ് കിട്ടിയ നമ്പറിലേക്കോ ഇമെയിൽ വന്ന നമ്പറിലേക്കോ ഒക്കെ ബന്ധപ്പെടാവുന്നതാണ്. വേറെ ആർക്കെങ്കിലും പരിചയപ്പെടുത്താനുണ്ടെങ്കിൽ റയീസ് ഹിദായ ഉണ്ടോ അവിടെ? റയീസ് ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. അത് എന്റെ കുറച്ച് ഫ്രണ്ട്സ് അവര് രജിസ്റ്റർ ചെയ്യാൻ ലേറ്റ് ആയിട്ട് ഇപ്പോഴായിരുന്നു അവർക്കത് കിട്ടിയത്. അപ്പൊ ഇപ്പൊ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇനി കയറാൻ പറ്റില്ല നെക്സ്റ്റ് പ്രോഗ്രാമിൽ? നെക്സ്റ്റ് പ്രോഗ്രാം മുതൽ കയറാൻ പറ്റും. ഈ പ്രോഗ്രാം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നിങ്ങളുടെ വാട്സപ്പുകളിലേക്ക് അയച്ചു തരാം. ബാസിൽ സംസാരിക്കാൻ പറ്റുമോ? ബാസിലിന്